ഗുഡ് ഈവനിങ്. ബുക്ക് റിവ്യൂയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ 75ാമത്തെ ബുക്ക് റിവ്യൂ ആണ്. അനേകം ബുക്കുകൾ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഓരോ ബുക്ക് റിവ്യൂ ചെയ്യുമ്പോഴും ആ ബുക്ക് വായിക്കണം എന്ന്, മേടിച്ച് വായിക്കണം എന്ന് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് പലപ്പോഴും ബുക്ക് റിവ്യൂ നമുക്ക് അനുഭവസ്ഥരാകുന്നത്. ഇവിടെ നമ്മൾ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ എന്ന് പറയുന്ന ഒരു ബുക്ക്, സ്റ്റീഫൻ കോവയുടെ ബുക്ക് നമ്മൾ റിവ്യൂ ചെയ്തിരുന്നു. സോ ഇത് തന്നെയാണ് ചെയ്തത്. അതിൻ്റെ അകത്തുള്ള ആ 7 ശീലങ്ങളും വളരെ മനോഹരമായത് എക്സ്പ്ലെയിൻ ചെയ്തു. അതിൽ ഹാബിറ്റ് 1 എന്ന് പറയുന്നത് തന്നെ ബി പ്രൊആക്റ്റീവ്, എപ്പോഴും സജീവമായിരിക്കുക, അല്ലേ? നമ്മുടെ പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചർ ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത്തത് ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്, അവസാന മനസ്സിലുള്ളത് ആദ്യമേ കാണുക. അതുപോലെ മൂന്നാമത്തേതെന്ന് വെച്ചാൽ പുട്ട് ഫസ്റ്റ് തിങ് ഫസ്റ്റ്. ഈ ഫസ്റ്റ് തിങ് ഫസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് നമ്മളൊരു ബുക്കും കൂടെ വായിച്ചിരുന്നു. മുൻഗണന ക്രമം ക്രമീകരിക്കുക. തിങ്ക് വിൻ വിൻ, വിൻ വിൻ സിറ്റുവേഷൻ, വിൻ ലൂസ് അല്ല, ലൂസ് അല്ല, വിൻ വിൻ സിറ്റുവേഷൻ, ജയം ജയം. അത് തന്നെയാണ് നമ്മുടെ മന്ത്രം. നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെയുള്ളവരും ജയിക്കുക. അതുപോലെ സീക്ക് ഫസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദെൻ ടു അണ്ടർസ്റ്റുഡ്. മനസ്സിലാക്കാൻ ആദ്യം ശ്രമിക്കുക, അപ്പോഴാണ് മനസ്സിലാക്കുന്നതിൻ്റെ ആദ്യത്തെ പടി നമ്മൾ. ആറാമത്തേലേക്ക് വരുമ്പോൾ സിനർജൈസ്, സിനർജിയിലേക്ക് വരിക, ഒരു പുതിയ അനുഭവത്തിലേക്ക് കടന്നു വരിക, എല്ലാം കൂട്ടിച്ചേർത്തൊരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അനുഭവം. അത് ഷാർപ്പൻ ദ സോ, നമ്മളുടെ എന്താണോ നമ്മളിലുള്ളത് അതിന് ശക്തിയുള്ള മൂർച്ച കണ്ടെത്തുക. ഇനി അതിൻ്റെ 8ാമത്തതിലേക്ക് വരുമ്പോൾ ഫൈൻഡ് യുവർ വോയിസ് ആൻഡ് ഇൻസ്പയർ അതേഴ്സ് ടു ഫൈൻഡ് ദെയർ ഓൺ വോയിസ്. നമ്മുടെ ആ ശബ്ദത്തിൻ്റെ മാധുര്യം, അല്ലെങ്കിൽ നമ്മുടെ ആ ടാലൻ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, മറ്റുള്ളവരെയും അത് മനസ്സിലാക്കാൻ പഠിപ്പിക്കുക. അത്ര മനോഹരമായ വാക്കുകളിലൂടെ അല്ലെങ്കിൽ അറിവുകളിലൂടെയാണ്, ഹാബിറ്റുകളിലൂടെയാണ്. ഹാബിറ്റുകൾ എന്ന് പറയുമ്പോൾ തന്നെ 1000 തവണ നമ്മൾ പരാജയപ്പെടുമ്പോഴാണ് നമ്മളുടെ ഒരു ഹാബിറ്റ് ഉണ്ടാകുന്നതെന്നാണ് വിവേകാനന്ദൻ പറയുന്നത്. അപ്പം അത്രമാത്രം ശക്തമാണ് ഹാബിറ്റിൻ്റെ ആ പാറ്റേൺ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് 7 കഴിഞ്ഞ് 8ാമത്തെ ഹാബിറ്റ്, ദ 8th ഹാബിറ്റ്, അതും സ്റ്റീഫൻ കോവയുടെ മനോഹരമായൊരു ബുക്കാണ്. തീർച്ചയായിട്ടും ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ബുക്ക് വായിക്കണമെന്ന് തോന്നും. എല്ലാ ലീഡിംഗ് ബുക്ക് സ്റ്റോറുകളും ഇതിൻ്റെ മലയാള പരിഭാഷകൾ ലഭ്യമാണ്. അപ്പോൾ അത് സുജിത്തിൽ നിന്ന് കേൾക്കുമ്പോൾ അതിനൊരു വ്യത്യസ്തതയും കൂടി ഉണ്ട്. കാരണം അത്ര ആഴത്തിൽ അതിൻ്റെ വാക്കുകളെ നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പഠനം സുജിത്തിലൂടെ നടന്നിട്ടുണ്ട്. സോ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു, അതോടൊപ്പം സുജിത്തിനെയും. സുജിത്ത്, യു ആർ വെൽക്കം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരു പ്ലാറ്റ്ഫോമിന് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുകയാണ് സാബ് സാറിന്. ആരെങ്കിലും ബുക്ക് വായിച്ചവരുണ്ടോ? 8 ഹാബിറ്റ് വായിച്ച ആളുകളുണ്ടോ? വായിക്കാൻ തുടങ്ങിയ വായിച്ച റോഹിത് സാർ വായിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല സാറേ, ശബ്ദം പ്രശ്നമുണ്ടോ? കേൾക്കാം. തുടങ്ങിയോളൂ, കുഴപ്പമില്ല. അറിയുന്ന വായിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ. സാറ് വായിച്ചിട്ടില്ല സാർ, അതുകൊണ്ട് മറുപടി പറയാത്ത. മുഴുവനായിട്ട് വായിച്ചില്ലെങ്കിലും അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും 7 ഹാബിറ്റ്സിന്റെ ഒരു വേറെ രീതിയിലുള്ള അവതരണമാണ് 8 ഹാബിറ്റ് പറയുന്നത്. ശരിക്കും സാബ് സാർ പറഞ്ഞു ഏതൊക്കെയാണ് 7 ശീലങ്ങൾ എന്നുള്ളത്. അതിന് ദ പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ വിഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ ലീഡർഷിപ്പ്, പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് ആണ്. ഹാബിറ്റ് 1 and 1, 2, 3 ഇത് ബേസ് ആണ്. അതിനുശേഷം പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്റർപേഴ്സണൽ ലീഡർഷിപ്പ്, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് എംപതിക് കമ്മ്യൂണിക്കേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് ക്രിയേറ്റീവ് കോപ്പറേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് ബാലൻസ് സെൽഫ് റിന്യൂവൽ എന്ന് പറയും. അതിനെ വ്യത്യസ്തമായ രീതിയിലുള്ള അവതരിപ്പിക്കുക. ഇല്ലെങ്കിൽ അതിലെ ഹാബിറ്റ് 1 and ഹാബിറ്റ് 2 ദ പേഴ്സണൽ ആൻഡ് ഇന്റർപേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അതിങ്ങനെയാണ് വരുന്നത്: സെൽഫ് അവയർനെസ്, ഇമാജിനേഷൻ, ഇൻഡിപെൻഡന്റ് വിൽ. 1 സ്വാവബോധം, സ്വയം അറിയുക. 2 നമുക്ക് ആ ദിശ മനസ്സിലാക്കുക, ഇമാജിനേഷൻ, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം അതിനുള്ള ആക്ഷൻ,
അപ്പം ഒന്ന് വേറെ രീതിയിലും കൂടി വരുന്നുണ്ട്, ചൂസ്, ചോയ്സ് ആൻഡ് ആക്ഷൻ. ഇതിന്റെ മൂന്നാമത്തെ ശീലത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ശരിക്കും ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇന്റർപേഴ്സണലിലേക്ക് വരുമ്പോഴാണ് ഇന്റർപേഴ്സണൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എംപതിക് കമ്മ്യൂണിക്കേഷന്റെ പ്രാധാന്യം, ക്രിയേറ്റീവ് കോപ്പറേഷൻ, ദെൻ സിനർജി, ഷാർപ്പൻ ദി സോ എന്നൊക്കെ പറയുന്നത്. 8 ഹാബിറ്റും എല്ലാ പുസ്തകങ്ങളും അദ്ദേഹം തുടങ്ങുമ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള മനുഷ്യരുടെ ആകുലതകളെയും വ്യതകളെയും കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അതായത് പ്രോബ്ലം, പെയിൻ ആൻഡ് സൊല്യൂഷൻ എന്ന് പറയും. പ്രോബ്ലംസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, കാരണം പ്രോബ്ലംസ് ഇല്ലാത്ത മനുഷ്യരില്ല. അതില് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റിലേക്ക് വരുമ്പോൾ ആ പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 4 കഴിവുകളെ കുറിച്ചും, 4 ഇന്റലിജൻസ് ആൻഡ് 4 കപ്പാസിറ്റീസ്. അതിനെ കുറിച്ചാണ് ശരിക്കും പ്രതിപാദിക്കുന്നത്. അതായത് ലീവ്, ജീവിക്കുക, ലവ്, സ്നേഹിക്കുക, ആൻഡ് ലേൺ, പഠിക്കുക, ലീവ് എ ലെഗസി, നമ്മുടെ ഒരു ലെജൻഡായി മാറുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് നമ്മൾ അവശേഷിപ്പിക്കേണ്ട രീതിയിൽ കാര്യങ്ങൾ അവശേഷിപ്പിച്ചിട്ട് പോകുക എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ നീഡാണ്. അപ്പം നമ്പർ 1 is ഫിസിക്കൽ നീഡ്, നമ്പർ 2 ഇമോഷണൽ നീഡ്, നമ്പർ 3 ഇന്റലക്ച്വൽ നീഡ്, നമ്പർ 4 സ്പിരിച്വൽ നീഡ്. ഇവയെല്ലാം ചേരുമ്പോഴാണ്, ഒരു സമമായി എത്തുമ്പോഴാണ്, ഇതെല്ലാം ഈക്വലി ഒരു ബാലൻസിങ് ആവുമ്പോഴാണ് ശരിക്കും നമ്മളൊരു ഫയർ ഉണ്ടാവുക, ഫയർ വിത്തിൻ എന്നാണ് അതിൽ പറയുന്നത്. സ്റ്റീഫൻ കോവി ബുക്കുകളെല്ലാം എഴുതാൻ കാരണമായത് ഹവായിലെ ബുക്ക് ഷെൽഫിലൂടെ നടന്നു പോകുമ്പോൾ കൈതട്ടി വീണ ഒരു ബുക്ക്, അതിൽ തുറന്ന ഒരു പേജിൽ കണ്ട ഫ്രീഡം ആൻഡ് പവർ ടു ചൂസ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ നിന്നാണ്. പിഗ്മാലിയൻ എഫക്റ്റിനെ കുറിച്ചുള്ള പഠനത്തിനിടയിൽ അദ്ദേഹത്തിന് ഒരു ബ്രേക്ക് ത്രൂ ആയിരിക്കുന്ന, കണ്ണു തുറപ്പിക്കുന്ന, ഒരുപാട് ചിന്തിപ്പിക്കുന്ന, അതിൽ നിന്നും വന്ന 8 ഹാബിറ്റിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സ്റ്റീഫൻ കോവി മാത്രമല്ല 40ഓളം അടങ്ങുന്ന ടീം ഒരുപാട് റിസർച്ച് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അതിനെ സ്റ്റീഫൻ കോവി ഇങ്ങനെ ആണ് പറയുന്നത്: പർവ്വതാരോഹകർക്ക് ഉണ്ടാകുന്ന അനുഭവമാണ് ഞങ്ങൾക്കുണ്ടായത്. കാരണം ഓരോന്നും നക്കൽ പൂർത്തിയാവുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ ഒരു സജഷൻ പറയും, നമുക്ക് ഇങ്ങനെ അത് ഇങ്ങനെ പോയാലോ, ഇങ്ങനെ ചിന്തിയാലോ, ഒരുപാട് ചിന്തകളുടെ വി ക്യാൻ കോപ്പറേറ്റ് ടുഗദർ കമ്പൈൻ അവർ ക്യാൻ ക്രിയേറ്റ്. നമ്മൾ ഒരുപാട് പേരുടെ ചിന്തകളെ ഈ ഒരു ആശയത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഒരു ശീലമാണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രേറ്റ്നസ് എന്ന് പറയുന്ന ഒരു മഹത്തായ തലത്തിലേക്ക് ശരിക്കും 7ാമതൊരു ശീലത്തോട് കൂട്ടിച്ചേർക്കുകയല്ല ഇത് ചെയ്യുന്നത്, മറിച്ച് വ്യത്യസ്തമായ രീതിയിൽ ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം കടന്നു പോവുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, പ്രോബ്ലംസ് ആർ യൂണിവേഴ്സൽ. നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. സാമ്പത്തികമാവാം, ശാരീരികമാവാം, മാനസികമാവാം, വൈകാരികമാവാം. ഏതെല്ലാം തരത്തിലുള്ള പ്രോബ്ലം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശാരീരികമോ മാനസികവുമായ എല്ലാ പ്രോബ്ലങ്ങളും നമുക്കുണ്ടാക്കുന്ന ഒരു വേദന, അത് നമ്മുടെ ഒരു മാനസിക തലത്തിൽ അനുഭവപ്പെടുന്നു. അതിന്റെ സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഈ പുസ്തകം അവതരിപ്പിച്ചത്. ലീഡർഷിപ്പ് ആസ് എ ചോയ്സ്, നോട്ട് എ പൊസിഷൻ. ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, അതായത് ഇങ്ങനെയാണ് പറയുന്നത്, ലീഡർഷിപ്പ്, നേതൃത്വം എന്നത് പദവിയല്ല, മറിച്ച് ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് സമർത്ഥിക്കുന്ന മഹത്തുക്കൾക്ക് എന്ന് പറഞ്ഞാണ് അദ്ദേഹം പുസ്തകം സ്റ്റാർട്ട് ചെയ്യുന്നത്. മഹത്തായ ആളുകൾക്ക് വേണ്ടി. കാലത്തിനനുസരിച്ചുള്ള ഒരുപാട് വിഷമങ്ങളുണ്ട്, എനിക്ക് സമയമില്ല, പലതരത്തിലുള്ള മാനസികമായ വിഷമങ്ങൾ, സാമ്പത്തിക വിഷമങ്ങൾ, ഇതെല്ലാം തന്നെ ഓരോ കാലഘട്ടത്തിന്റെ പ്രസക്തിയാണെന്നും ഓരോ കാലഘട്ടത്തിലും അതെങ്ങനെയാണ് സംഭവിച്ചത് എന്നും വേദന എന്നുള്ള രീതിയിൽ അദ്ദേഹം 5 സിവിലൈസേഷനെ അവതരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഏജിലും അഗ്രികൾച്ചറിലും ഇൻഫർമേഷൻ ഏജിലും ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇന്റലക്ച്വൽ ഇല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞ വിസ്ഡം ഏജിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മാനസികമായ വ്യത്യാസങ്ങളെ കുറിച്ച് അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതാണ് ഫസ്റ്റ് വരുന്നത്, ദ പ്രോബ്ലം, പെയിൻ ആൻഡ് സൊല്യൂഷൻ എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ ശീലമായിട്ട് പ്രൊആക്ടിവിറ്റിയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് സെൽഫ് അവയർനെസ് ആണെങ്കിൽ, രണ്ടാമത്തത് ഇമാജിനേഷൻ ആണെങ്കിൽ, മൂന്നാമത് ഇൻഡിപെൻഡന്റ് വിൽ. ഇതെല്ലാം നമ്മുടെ പേഴ്സണൽ, അതായത് ഒരു മനുഷ്യന് 3 തരത്തിലുള്ള ജീവിതമുണ്ട് എന്നും അതിലൊന്ന് ആന്തരികമായ ജീവിതമാണ്, രണ്ടാമത് പേഴ്സണൽ ലൈഫ്, മൂന്നാമത് പബ്ലിക് ലൈഫാണ്, പൊതുജീവിതമാണ്. ഈ പൊതുജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇല്ലെങ്കിൽ ആന്തരികമായ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ മാറ്റം വരുത്തണമെന്നാണ് പ്രൊആക്ടിവിറ്റി, അതേപോലെ ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ് ആൻഡ് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് എന്നൊക്കെ പറയുന്നതിലൂടെ നമ്മളിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചും നമ്മളും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചുമാണ് 3, 4, 5 ശീലങ്ങളിൽ പറയുന്നതെങ്കിൽ,
ആറാമത്തെ ശീലം ഇതിനെല്ലാം ടോട്ടലി നമ്മളൊന്ന് 7 ദിവസം വെച്ച് നമ്മളെ ഷെഡ്യൂൾ ചെയ്ത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഒരു എങ്ങനെയാണ് നമ്മളിൽ മാറ്റം വരുത്തേണ്ടത്, എന്തൊക്കെയാണ് മാറ്റം സംഭവിച്ചത് എന്നതിനെ കുറിച്ചാണ് ഷാർപ്പൻ ദി സോ എന്ന് പറയുന്ന വാളിനെ മൂർച്ച കുത്തുക എന്ന് പറയുന്നത്. ഇതില് ഫസ്റ്റ് തന്നെ സ്റ്റീഫൻ കോവി പറയുന്നത്, എവരി വൺ ക്യാൻ ചൂസ് 2 roads in their life, ആ 2 വഴികളെ കുറിച്ച് അത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. 2 roads in their life. ആ വഴികൾ ഏത് എന്നുള്ളതാണ്. ഒന്ന് കൾച്ചറൽ, 2 ക്രിയേറ്റീവ്. കൾച്ചറൽ സോഫ്റ്റ്വെയർ ആൻഡ് ക്രിയേറ്റീവ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ് 2 പാതകളെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ഇത് വരുന്നത്. അതിനുശേഷം പറയുന്നത് ഫൈൻഡ് യുവർ വോയിസ് ആൻഡ് ഇൻസ്പയർ ടു അദേഴ്സ് ടു ഫൈൻഡ് ദെയർ വോയിസ്. അതാണ് ഇതിന്റെ തീം. ഈ പുസ്തകത്തിന്റെ ഒരു നട്സൽ ഇല്ലെങ്കിൽ അതിന്റെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു തീമാണ്. നിങ്ങൾ, അതായത് ഓരോ മനുഷ്യരിലും അന്തർലീനമായിരിക്കുന്ന ഒരു സിദ്ധിവിശേഷം അവരിൽ ഒളിഞ്ഞിരിക്കുന്നു. അതിനെ കണ്ടെത്തുക, തിരിച്ചറിയുക, മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിലേക്ക് ഒരു ഇൻസ്പിരേഷനായി, നോട്ട് മോട്ടിവേഷൻ, ഇൻസ്പിരേഷൻ ആസ് ലൈക്ക് ബ്രീത്ത്, മോട്ടിവേഷൻ ഈസ് മോട്ടീവ് ടു ആക്ഷൻ. നമ്മൾ മോട്ടീവ് ടു ആക്ഷനിലാണ് പോകുന്നതെങ്കിൽ ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത് ഒരു ശ്വാസോച്ഛ്വാസം പോലെ ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും പകർന്നു കൊടുക്കുന്ന, അവർ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് അവരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറുക. ആ രീതിയിൽ നാം നമ്മുടെ ജീവിതം മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ശരിക്കും ലെജൻഡറി ലൈഫ് സാധ്യമാവുന്നത്. ഫൈൻഡ് യുവർ വോയിസ്. ഈ പുസ്തകത്തിന് തന്നെ 4 ഇന്റർസെക്ടറാണ്. സാധാരണ രീതിയിൽ നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. ഫസ്റ്റ് വൺ ഈസ് മോഡലിംഗ്, സെക്കൻഡ് പാത്ത് ഫൈൻഡിങ്, തേർഡ് എന്ന് പറയുന്നത് അലൈൻമെന്റ് ആൻഡ് എംപവറിംഗ്. മോഡലിംഗ് മീൻസ് ആസ് ലൈക്ക് എ മോഡൽ. അതായത് 7 ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ, അതായത് ദിസ് ഈസ് നോട്ട് എ ക്വിക്ക് ഫിക്സ് പ്രോഗ്രാം, ദിസ് ഈസ് നോട്ട് എ പ്രോഗ്രാം വിത്ത് ദ മന്ത്, ദിസ് ഈസ് എ പ്രോസസ് ടു പേഴ്സണൽ ആൻഡ് ഇന്റർപേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പോലെ ഇത് ഒരു സാമാന്യ ബുദ്ധി മാത്രം ആവശ്യമുള്ളതും എന്നാൽ കഠിനമായ പ്രയത്നം ആവശ്യമുള്ളതുമായ ഈ ശീലങ്ങളെല്ലാം നമ്മളിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നമ്മളൊരു മോഡലായി മാറും, നമ്മളൊരു മാതൃകയായി മാറും. മാതൃക സൃഷ്ടിക്കുക എന്നതാണ്. അതായത് മറ്റുള്ളവർക്ക് നമ്മളെ കോപ്പി ചെയ്യിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ നമ്മളിൽ നിന്നും ഇൻസ്പിരേഷൻ ആവത്തക്ക രീതിയിൽ ഒരു വ്യക്തിയായി മാറുക എന്നുള്ളതാണ് 1, 2, 3 ശീലങ്ങൾ പ്രാവർത്തികമാക്കുന്നതിലൂടെ നമുക്ക് 4, 5 ശീലങ്ങൾ പ്രയോഗത്തിൽ വരുത്താൻ സാധിക്കുകയുള്ളൂ. 1, 2, 3 മാത്രമേ നമുക്ക് 4, 5, 6 ശീലങ്ങൾ പ്രയോഗത്തിൽ വരുത്താൻ സാധിക്കുകയുള്ളൂ. അതായത് ഡിപ്പെൻഡൻസി, ഇൻഡിപെൻഡന്റ് ആൻഡ് ഇന്റർഡിപെൻഡൻസി. അത് നമ്മളുടെ ഒരു കോളൊക്കെ വരച്ചിട്ട് ശരിക്കും 7 ഹാബിറ്റ്സിൽ പറയുന്നുണ്ട്. മോസ്റ്റ് ഡിപ്പെൻഡൻസ് ക്രിയേഷൻ ആണ് ഈ ഭൂമിയിലെ മനുഷ്യൻ എന്നാണ് സ്റ്റീഫൻ കോവി പറയുന്നത്. കാരണം മറ്റു ജീവജാലങ്ങളെല്ലാം ജനിച്ചു വീണ് കുറച്ച് കഴിയുമ്പോഴേക്കും അവർ നടക്കാനും ഓടാനും സ്വയം തീറ്റ തേടാനും തുടങ്ങുന്ന സമയത്ത് മനുഷ്യന്റെ കുട്ടിക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ പരിചരണം ആവശ്യമുള്ളത്. അവൻ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ പരിചരണം ലഭിച്ചാൽ മാത്രമേ അവന് ശരിയായ രീതിയിലുള്ള വളർച്ച സാധ്യമാവുകയുള്ളൂ. ഈ വളർച്ച സാധ്യമാവണമെങ്കിൽ അവന്റെ 4 തലങ്ങളിലും വികസിപ്പിക്കത്തക്ക രീതിയിൽ, അതായത് 4 തലങ്ങൾ, ഒന്ന് ഫിസിക്കൽ, ശാരീരികമായ അവന്റെ ആവശ്യങ്ങൾ, അതേപോലെ തന്നെ സാമ്പത്തികമായ അവന്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവളുടെ ആവശ്യങ്ങൾ, അതുപോലെ തന്നെ വൈകാരിക തരത്തിലുള്ള സ്നേഹവും കരുതലും കൊടുത്തുകൊണ്ട് അവർക്ക് വൈജ്ഞാനികമായ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഒരു സ്പിരിച്വൽ നീഡും കൂടി, അതായത് ഇതിനൊക്കെ അപ്പുറം ഒരു സത്യമുണ്ട്, ഒരു പ്രാപഞ്ചിക ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കി കുട്ടികളെ 4 തരത്തിലും ഒരേ സമത്തിൽ വളർത്തുമ്പോൾ മാത്രമാണ് അവരിൽ ഒരു ഫയർ ഉണ്ടാവുകയുള്ളൂ. അവർ ലോകത്തിന് ഒരു സംഭാവനയായി നമുക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ എല്ലാം കുട്ടികൾ ഇല്ലെങ്കിൽ നമ്മുടെ പേരക്കുട്ടികളുടെ കസ്റ്റോഡിയൻ മാത്രമാണ്, ഇല്ലെങ്കിൽ അതിനെ ഒരു ഏറ്റെടുത്ത് നടത്തുന്ന പരിപാലിപ്പിക്കുന്ന കർഷകർ മാത്രമാണ് നാം എന്ന് നാം തിരിച്ചറിയുകയാണ് പ്രൊആക്ടിവിറ്റിയിലൂടെ നാം സാധ്യമാക്കേണ്ടത്. There are so many gifts still unopened from your birthday. There are so many handcrafts that have been sent to you by God. The beloved does not mind repeating, everything is also yours. There are so many gifts still unopened from your birthday. There are so many handcrafts that have been sent to you by God. The beloved does not mind repeating, everything is also yours. ഇത് കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഫൈൻഡ് യുവർ വോയിസ് ആൻഡ് ഇൻസ്പയർ ടു അതേഴ്സ് ടു വോയിസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെ കുറിച്ച് സംസാരിക്കുന്നത്. നിങ്ങൾക്ക്
ഭൂമിയിലേക്ക് ദൈവം നിങ്ങളെ അയക്കുന്ന സമയത്ത് 3 ബർത്ത് ഗിഫ്റ്റുകളുമായിട്ടാണ് അയച്ചിരിക്കുന്നത്. നമ്മളിൽ പലരും അതെന്താണെന്ന് അറിയുകയോ തുറന്നു നോക്കുകയോ പോലാകാതെ ജീവിച്ച് കാല യൗവനികയ്ക്കുള്ളിൽ മറന്നു പോകുന്നു. വളരെ ചിലർ മാത്രമേ ആ ബർത്ത് ഗിഫ്റ്റ് തുറന്നു നോക്കാൻ സാധ്യതയുള്ളൂ. ഈ ബർത്ത് ഗിഫ്റ്റുകളെല്ലാം നമുക്ക് എല്ലാവരുടെയും കുഴിമാടങ്ങളിലൊക്കെ പോയി നോക്കി അവിടേക്ക് കാണാൻ സാധിക്കും. കാരണം കഴിവുകൾ അതായത് അസാമാന്യ കഴിവുകളാണുള്ളതാണ് ഓരോ മനുഷ്യജീവിയും. ആ മനുഷ്യജീവിയും അവന്റെ കഴിവുകൾ തിരിച്ചറിയുകയും അത് പ്രയോഗത്തിൽ വരുത്തുകയും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും കഴിയുന്ന മനുഷ്യന്റെ അസാമാന്യമായ അതുല്യമായ പ്രതിഭ വിശേഷത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഏതാണ് 3 ബർത്ത് ഗിഫ്റ്റുകൾ എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് വൺ ഈസ് ഫ്രീഡം ആൻഡ് പവർ ടു ചൂസ് ചോയ്സ് ആക്ഷൻ എന്ന് പറയുന്ന 7 ഹാബിറ്റ്സില് സ്റ്റിമുലസ് റെസ്പോൺസ് തിയറിയിൽ നമ്മൾ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല, അത് ഞാൻ ഏകദേശം ടച്ച് ചെയ്തു പോവുക മാത്രമേ ഉള്ളൂ. അതിലെ സ്റ്റിമുലസ് റെസ്പോൺസ് തിയറിയിൽ വരുന്ന ഫസ്റ്റ് പാർട്ട് സെൽഫ് അവയർനെസ്, ഇമാജിനേഷൻസ്, ഇൻഡിപെൻഡന്റ് വിൽ, അത് പറയുന്നത് പോലെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിനെ തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ട് എന്നത് നാം തിരിച്ചറിയുക എന്നുള്ളതാണ് വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ദെൻ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മൾക്ക് പ്രിൻസിപ്പിൾസ് ആൻഡ് നാച്ചുറൽ ലോസ്. പ്രിൻസിപ്പിൾസും നാച്ചുറൽ ലോ, പ്രകൃതി നിയമങ്ങളും അതുപോലെ തന്നെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസും നമ്മുടെ വാല്യൂസും എത്തിക്സും ഒക്കെ ഡിഫറൻസ് നമ്മൾ നോക്കിയിരുന്നു. പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന അടിസ്ഥാന തത്വ സംഹിതകളാണ്. യൂണിറ്റി, ഇന്റഗ്രിറ്റി, ടെമ്പറൻസി, കറേജ്, ജസ്റ്റിസ്, പേഷ്യൻസ്, ഇന്റൻസിറ്റി, മോഡസ്റ്റി ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻസ് ഓട്ടോബയോഗ്രഫീസ്, റെപ്രസെന്റേറ്റീവ്, ദാറ്റ് ടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 7 ഹാബിറ്റിൽ ഡിസ്കസ് ചെയ്ത ആ ഒരു കാര്യം എന്താണ് പ്രിൻസിപ്പിൾസ് എന്ന് മനസ്സിലാക്കുകയും അത് സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും പ്രിൻസിപ്പിൾസിൻ്റെതായ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം അതിൽ ഊന്നി പറയുന്നു. പ്രിൻസിപ്പിൾസ് ആൻഡ് നാച്ചുറൽ ലോസ്, ഇത് ശരിക്കും ഈ 3 ബർത്ത് ഗിഫ്റ്റുകൾ. 4ാമത്തെ ബർത്ത് ഗിഫ്റ്റ് ശരിക്കും അത് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലിവിങ്, ലവിങ്, ലേണിംഗ്, ലെഗസി, ഹൗ ടു ബിൽഡ് എ ലെജൻഡ് ലൈഫ്. ജീവിക്കുക, സ്നേഹിക്കുക, പഠിക്കുക, പൈതൃകം അവശേഷിപ്പിക്കുക. കാരണം ജീവിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അർത്ഥത്തിലുള്ള ജീവിതമായിരിക്കണം. ഫസ്റ്റ് നിങ്ങളുടെ അർത്ഥം, ജീവിതത്തിനുള്ള അർത്ഥം എന്ത്, അതായത് ആ ഒരു ലക്ഷ്യം ഇല്ലെങ്കിൽ എന്തിനു വേണ്ടി നാം ജീവിക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് വന്നത് ഓരോ നിയോഗമായിട്ടാണ്. അതിനനുസരിച്ചുള്ള ജീവിക്കുക, ആരോഗ്യ സിദ്ധാന്തങ്ങളോട് പൊരുത്തപ്പെടുന്ന ജീവിതശൈലി സ്വീകരിക്കുക, അത്യാവശ്യം ധനസമ്പാദനവും വളരെ ഇമ്പോർട്ടൻ്റ്. നമ്പർ 2, സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരു മനുഷ്യന്, അതായത് അവന്റെ പൂർണ്ണതയിലെത്താൻ സാധിക്കുകയുള്ളൂ. കാരണം മനുഷ്യന് വൈകാരിക തലമുണ്ട്, അതായത് ഇമോഷൻസ് ഉണ്ട്. മറ്റ് ജന്തു ജീവജാലങ്ങൾക്ക് അതില്ല, അവർക്ക് ഫീലിങ്സ് മാത്രമേ ഉള്ളൂ. ഫീലിങ്സും ഇമോഷൻസും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്പർ 3, ലേണിംഗ്, അതായത് പണ്ട് കാലത്ത് മാറ്റങ്ങൾ സംഭവിച്ചിരുന്നത് വർഷങ്ങളെടുത്താണ് സംഭവിക്കുന്നതെങ്കിൽ ഇന്ന് അനുദിനം ഓരോ നിമിഷവും ഓരോ സെക്കൻഡും മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകക്രമത്തിലാണ്, ഇല്ലെങ്കിൽ ഒരു ലോകഘടനയിലാണ് നാം ജീവിക്കുന്നത്. നാം നിരന്തരം മനസ്സുകളെ വികസനമാക്കി അതിനനുസരിച്ച് മാറ്റം വരുത്തി മതിയാവൂ, ഇല്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോകും. അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്, ദ പെർമനന്റ് വൈറ്റ് വാട്ടർ എഫക്ട്. അതുപോലെ കുത്തൊഴുകുന്ന വെള്ളത്തിൽ എങ്ങനെയാണോ കയാക്ക് ഇല്ലെങ്കിൽ ആ ഒരു ചെറുതോണിയിലൂടെ ബാലൻസ് ചെയ്ത ആളുകൾ നിൽക്കുന്നത് എന്നതുപോലെ ലോകത്താകമാനം വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റത്തിൽ മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ്. അപ്പോ ഇതിന്റെ ഫസ്റ്റ് ഞാൻ പറഞ്ഞു എന്താണ് 7 ഹാബിറ്റ്സിനും 8 ഹാബിറ്റ്സിലെ വ്യത്യാസം. അതായത് നിങ്ങൾ ഈ പുസ്തകങ്ങളെല്ലാം വായിച്ച് വീണ്ടും 7 ഹാബിറ്റ്സ് വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉൾക്കാഴ്ച ഉണ്ടാവും. കാരണം ഈ പുസ്തകങ്ങളും അദ്ദേഹത്തിന്റെ മറ്റു പുസ്തകങ്ങളും ഒക്കെ വായിച്ച സമയത്ത് എനിക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബുക്കാണെന്ന് തോന്നിയിട്ട് ഒരു ശ്രമകരമായ സാബു സാറിന്റെ സഹായത്തോടു കൂടി ആദ്യം ഞാൻ ഇതിനെ ഒന്ന് ഡിസൈൻ ചെയ്തു, വീണ്ടും റീസ്ട്രക്ചർ ചെയ്യുന്നു. അതായത് നമ്മുടെ കുട്ടികൾക്കും ഇനി വരുന്ന തലമുറയ്ക്കും അതിനടുത്ത തലമുറയ്ക്കും വേണ്ടുന്ന രീതിയിൽ ഇതിനെ പാകപ്പെടുത്തിയെടുത്ത് ഇതെല്ലാം വളരെ സിമ്പിളായി പ്രാക്ടിക്കൽ എക്സ്പീരിയൻസോടുകൂടി ഒരു 21 days വർക്ക്ഷോപ്പ് എന്നുള്ള രീതിയിലാണ് അതിനെ ഡിസൈൻ ചെയ്യുന്നതിന് ഒരു പ്രയത്നത്തിലാണ് ഞാൻ എല്ലാ ദിവസവും ഡേ ബൈ ഡേ, മൊമെന്റ് ബൈ മൊമെന്റ് എന്റെ ചിന്തകൾ. അപ്പോ അവിടെയാണ് ക്ലോക്കും കോമ്പസും
പ്രസക്തി വരുന്നത്. കാരണം ഇന്ന് എനിക്ക് ജീവിക്കണമെങ്കിൽ അതിനനുസരിച്ച് അതായത് വേണ്ടിയുള്ള വർക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷെ അണയാതെ നിങ്ങളുടെ ഉള്ളിൽ അഗ്നി അത് ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും. ആ കോമ്പസ് അങ്ങോട്ട് ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്റെ ശബ്ദം എനിക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ ഇനി വരുന്ന ഒരുപാട് പേരുകളിലേക്കും ആ ശബ്ദത്തിന് ആ ഇൻസ്പിരേഷനിലായി മാറുക. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഫെസിലിറ്റേഷൻ. ഒരു ട്രെയിനർ അല്ല, ട്രെയിൻ ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. ഫെസിലിറ്റേഷൻ, അതായത് ലോ ഓഫ് ഹാർവെസ്റ്റ്. സ്റ്റീഫൻ കോവെ ഏറ്റവും കൂടുതൽ ഊന്നി പറയുന്ന ലോ ഓഫ് ഹാർവെസ്റ്റ് ആണ്. ലോ ഓഫ് അട്രാക്ഷനേക്കാൾ എല്ലാം പവറുള്ളതാണ് ലോ. കൃഷിയിടത്തിലെ നിയമം. നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും സമയമുണ്ട്. ഒരു ചെടി നട്ടു കഴിഞ്ഞാൽ അതിന് വളരാനൊരു സമയമുണ്ട്, അത് കായ്ക്കാനൊരു സമയമുണ്ട്, ഓരോ സീസൺ ഉണ്ട്. ദർ ഇസ് എ സീസൺ അണ്ടർ ദ സൺ. ഈ ഭൂമിയിൽ അതായത് സൂര്യന് താഴെയുള്ള എല്ലാത്തിനും അതിൻ്റെതായ സമയക്രമമുണ്ട്. അതാണ് പ്രകൃതി നിയമങ്ങൾ. പ്രിൻസിപ്പിൾസ് ആൻഡ് നാച്ചുറൽ ലോസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതിനെ അംഗീകരിക്കുക. പ്രകൃതി നിയമങ്ങൾക്കെതിരായ ഒരു മനുഷ്യനും ജീവിതം നയിക്കാൻ സാധ്യമല്ല. അതായത് പ്രകൃതി ഒന്ന് വിചാരിച്ചാൽ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനോ എന്തുമാത്രം കാര്യമില്ല, ഒരു ഉരുൾപൊട്ടൽ മതി എന്ന് നമ്മൾക്ക് പുത്തുമലയിലും ഒക്കെ നമ്മൾ കണ്ടതാണ്, വയനാട്ടിലെല്ലാം. അതുപോലെ മുല്ലപ്പെരിയാറിന്റെ ഒക്കെ താഴെ ജീവിക്കുന്ന ഈ എറണാകുളത്തും ഒക്കെ നമ്മൾ താമസിക്കുന്നത് മനസ്സിലാക്കുക. പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു ജീവിത ശൈലി ഇല്ലെങ്കിൽ പ്രകൃതി നിയമങ്ങൾക്ക് അതിനെ കറക്റ്റായിട്ട് അംഗീകരിച്ചു കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ് നാച്ചുറൽ ലോസ്. അപ്പം പെയിൻ, പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ. ഫസ്റ്റ് നമ്മുടെ ബർത്ത് ഗിഫ്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കുക. ഫ്രീഡം ആൻഡ് പവർ ടു ചൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന, അതായത് മനുഷ്യർക്ക് മാത്രം സാധ്യമാകുന്ന വളരെയധികം പ്രത്യേകതകളുള്ളതാണ് ഫ്രീഡം ആൻഡ് പവർ ടു ചൂസ്. അതിൽ സെൽഫ് അവയർനെസ്, ഇമാജിനേഷൻസ്, ഇൻഡിപെൻഡൻസ്. അതിനെ തന്നെയാണ് വ്യത്യസ്തമായ രീതിയിൽ ഫസ്റ്റ് മോഡലിംഗ്, പാത്ത് ഫൈൻഡിങ്, അലൈൻമെന്റ് ആൻഡ് എംപവറിംഗ്. കുറച്ചും കൂടി വ്യത്യസ്തമായ ശൈലി. എന്താണ് മോഡലിംഗ്? അതിന് ഫൈൻഡ് യുവർ വോയിസ്, നിങ്ങളുടെ ശബ്ദം കണ്ടെത്തുക. കാരണം ലോകമാസകലം ഒരു നെറ്റ് പോലെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്ന സമയത്ത് ആ ഓരോ നെറ്റിന്റെ ഓരോ അറ്റത്തും ഓരോ മനുഷ്യജീവിയുണ്ട്. അവരുടെ ശബ്ദം ഇന്ന് ലോകത്തിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ശബ്ദം കണ്ടെത്തൂ, മറ്റുള്ളവരുടെ ശബ്ദം കണ്ടെത്തുന്നതിനുള്ള പ്രേരക ശക്തിയെ വർദ്ധിക്കൂ. ബി എ ട്രിം ടാബ്. ട്രിം ടാബ് എന്നാ പറയുന്നത്. ട്രിം ടാബ് മീൻസ് കപ്പലുകളുടെ എല്ലാം വലിയ കുഴിയത്തിരിക്കുന്ന ചെറിയ കുഴിയാണ്. ആ ചെറിയ കുഴിയാണ് കപ്പൽ ഏത് ദിശയിൽ സഞ്ചരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ ചുറ്റും വരുന്ന ആളുകൾ, നമ്മളോട് സംസാരിക്കുന്ന ആളുകൾ, നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾക്കെല്ലാം വ്യത്യസ്തമായ പ്രിൻസിപ്പിൾസിൻ്റെതായ ദിശാസൂചികയിലേക്ക് തിരിയുന്നതിന് വേണ്ടിയുള്ള ഒരു ട്രിം ടാബായി മാറുക എന്നുള്ളതാണ് ഫാസ്റ്റ് മോഡലിംഗ് എന്ന് പറയുന്നത്. പാത്ത് ഫൈൻഡിങ് എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമായ, അതായത് ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞിരുന്നു, ഫസ്റ്റ് പ്രൊആക്ടിവിറ്റി ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്. അതായത് അവസാനം മുന്നിൽ കൊണ്ടുകൊണ്ട് ആരംഭിക്കുക എന്ന് പറയുന്നത് നമ്മൾ വെറുതെ മരണക്കിടക്കയിൽ കിടക്കുന്നതോ അതൊന്നുമല്ല, മറിച്ച് കുറച്ചും കൂടി വിശാലമായ അർത്ഥതലങ്ങളാണ് 8 ഹാബിറ്റിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം നിങ്ങളുടെ ജീവിതത്തിന് ഒരു എൻഡ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതായത് ജനനവും മരണവുമാകുന്ന ജീവിതത്തിലൂടെ സഞ്ചരിക്കുന്ന ആ പാതയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. ഒരു എൻഡുണ്ട്, ജനിച്ചാൽ ഒരിക്കൽ മരിക്കും എന്ന സത്യം, ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു തോട്ട് പ്രോസസ് ചേഞ്ച് വരും. അതാണ് വേക്കപ്പ് കോൾ എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെയധികം വിശദീകരിക്കുന്നത്. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. അതായത് ജനിച്ചാൽ മരിക്കും, അതിനിടയിലുള്ള ജീവിതം എങ്ങനെ മഹത്വപൂർണ്ണമാക്കാം, പ്രിൻസിപ്പിൾ സെന്റേഡായ ലൈഫ് സ്റ്റൈലിലൂടെ നമ്മൾക്ക് എങ്ങനെ ജീവിക്കാം എന്നാൽ പ്രിൻസിപ്പിൾ സെന്റേഡ് എന്ന് പറഞ്ഞാൽ മനസാക്ഷിയുടെ മന്ത്രണത്തിന് കാതോർക്കുക. നന്മതിന്മകളെ കുറിച്ചുള്ള ബോധം നമ്മളിലും കുട്ടികളിലും ഇൻസ്റ്റാൾ ചെയ്യുക, റീഇൻസ്റ്റാൾ ചെയ്യുക. തോട്ട് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്നത് വ്യത്യസ്തമായി ചിന്തിക്കുക. വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറെന്റ് തിങ്സ്, ദേ തിങ്സ് ഡിഫറെന്റ്ലി എന്ന്. അപ്പോ നമ്പർ 1 ഫൈൻഡ് യുവർ വോയിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ശബ്ദം കണ്ടെത്തുക. ഫസ്റ്റ് 1 3 ബർത്ത് ഗിഫ്റ്റുകളിൽ നമ്പർ 1 വരുന്നത് ഫ്രീഡം ആൻഡ് പവർ ടു ചൂസ് ആണ്. നമ്പർ 2 വരുന്നത് പ്രിൻസിപ്പിൾസ് ആൻഡ് നാച്ചുറൽ ലോസ് ആണ്. പാരഡൈംസ് ആൻഡ് തോട്ട്സ്, ഹൗ ടു ക്രിയേറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് പാരഡൈംസ്. ഇതെല്ലാം 7 ഹാബിറ്റ്സിലും ഫസ്റ്റിലേക്ക് അദ്ദേഹം വിശദമായി
വിശദീകരിക്കുന്നുണ്ട്. അതൊന്നും കൂടി അപ്പോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഇൻസ്പയർ ടു അതേഴ്സ്, അതാണ് നെക്സ്റ്റ് വരുന്നത്. ഇത് മോഡലിംഗ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലാണ് വരുന്നത്. മോഡലിംഗ് എന്ന് പറഞ്ഞാൽ മാതൃക കാട്ടുക, ഇല്ലെങ്കിൽ ഒരു മോഡൽ ആവുക എന്ന് പറയുന്നത്. നമുക്ക് മുന്നിലുള്ളവർക്ക് മാതൃക തെളിയിക്കുന്നത് നമ്മൾ അത്യാവശ്യമാണ്. അപ്പോ പാത്ത് ഫൈൻഡിങ് എന്ന് പറയുന്നതാണ് ശരിക്കും 7 ഹാബിറ്റ്സിലെ നമ്പർ 2 എന്ന് പറയുന്ന പാഷൻ, ഡിസിപ്ലിൻ, പാഷൻ ആൻഡ് കോൺഷ്യസ്. വിഷൻ മീൻസ് ഇൻ വിഷൻ. ദെൻ പാഷൻ എന്ന് പറഞ്ഞാൽ അതിനോട്, ഇത് അറിയാം, ലോകത്താകമാനം എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു വ്യക്തിയുടെ പാടവത്തിലെ ഗുണമാണ്. മഹാത്മാഗാന്ധിക്ക് വിഷൻ ഉണ്ടായിരുന്നു, ഇന്ത്യയെ ബ്രിട്ടീഷുകാരുടെ ആ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന് പറഞ്ഞ നെൽസൺ മണ്ടേലയ്ക്ക് വിഷൻ ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധിക്ക് പാഷൻ ഉണ്ടായിരുന്നു, അത് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം വളരെയധികം ആത്മാർത്ഥമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡിസിപ്ലിൻഡ് ആയിരുന്നു അവരുടെ ലൈഫ്. അതുപോലെ തന്നെ അവർ കോൺഷ്യസ്നസ് ഇല്ലെങ്കിൽ കോൺഷ്യസ് മനസാക്ഷി മനസാക്ഷി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസിന്റെ. ദാറ്റ്സ് ഓൾ. ഇത് തന്നെയായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ഹിറ്റ്ലർക്കും ഉണ്ടായിരുന്നു. ഹിറ്റ്ലർക്ക് വിഷൻ ഉണ്ടായിരുന്നു. കാരണം ജർമ്മൻ ജനതയെ 1/2 ശതാബ്ദത്തോളം ജർമ്മൻ ജനതയെ മൂക്ക് കയറിട്ട് നടത്തിയത് ജൂതവിരോധം എന്ന് പറഞ്ഞ ശക്തമായ ജൂതവിരോധത്തിൽ അതിന്മേൽ ജർമ്മൻ ജനതയുടെ ഉന്നമനമാണ് എന്റെ ലക്ഷ്യമെന്ന് അവരെ പറഞ്ഞ് ബോധിപ്പിച്ചുകൊണ്ടാണ് 1/2 ശതാബ്ദത്തോളം ആ ഒരു ജനതയെ മുഴുവൻ അദ്ദേഹം ഉദ്ബോധിപ്പിച്ച് അദ്ദേഹത്തിന്റെ ഘോരമായ പ്രസംഗങ്ങളെല്ലാം നടന്നിരുന്നത്. അദ്ദേഹം ഡിസിപ്ലിൻഡ് ആയിരുന്നു. ഏറ്റവും ശക്തമായ ഡിസിപ്ലിൻഡായ പട്ടാളം അവർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ പാഷൻ എന്ന് പറഞ്ഞാൽ അത്രമാത്രം തീവ്രവും വികാരാവേശോജ്വലമായിരുന്നു. ഹിറ്റ്ലറുടെ ഓരോ പ്രസംഗവും കേൾക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിലെയും ജർമ്മൻ ജനതയുടെ ദേശീയ വികാരത്തിനെ ഉണർത്താൻ ഹിറ്റ്ലർക്ക് സാധിച്ചിരുന്നു. പക്ഷേ അവസാനം ഉണ്ടായിരുന്നു ഈഗോ ആയിരുന്നു, ഞാനെന്ന ഭാവമായിരുന്നു. ഞാനെന്ന ഭാവം ഇത് തോന്നായിക വരേണമിക എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് സ്റ്റീഫൻ കോവ പറയുന്നത്. മഹാത്മാഗാന്ധി കൊണ്ടത് മനസാക്ഷിയായിരുന്നു. മദർ തെരേസയ്ക്കുള്ള മനസാക്ഷിയായി ഉണ്ടായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ ദിശാബോധത്തോടെ, വ്യക്തമായ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, അതിനുവേണ്ടി തീവ്രമായ അഭിനിവേശത്തോടു കൂടി നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസാക്ഷിയുടെ മന്ത്രണത്തിനാണ്, പ്രിൻസിപ്പിൾ സെന്റേഡ് ആയിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അതിന്റെ നിങ്ങളെ മഹത്തരമാക്കും. നിങ്ങൾ മഹത്തായ ഒരു വ്യക്തിയായി തീരും. കാരണം മഹാത്മാഗാന്ധിയും മരിച്ചു, മദർ തെരേസയും ഒക്കെ മരിച്ചു. അവരെല്ലാം മനുഷ്യരായിരുന്നു. അവർക്ക് അത്യപൂർവമായ ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നില്ല. മറിച്ച് അവരിത് തിരിച്ചറിഞ്ഞിരുന്നു. അവർക്ക് തിരിച്ചറിയാൻ പറ്റിയിരുന്നു. നമ്മളിൽ ഓരോരുത്തരും ഇതുപോലെയൊക്കെ ജീവിച്ച് അവസാനം പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ശവകുടീരങ്ങളിലെല്ലാം ഉണ്ടാവും. അതാണ് മോഡലിംഗ് ആൻഡ് പാത്ത് ഫൈൻഡിംഗ്. അലൈൻമെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് തന്നെയാണ് 7 ഹാബിറ്റ്സിൽ വരുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ക്രിയേറ്റീവ് കോപ്പറേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് ബാലൻസ്, സെൽഫ് റിന്യൂവൽ എന്നൊക്കെ പറഞ്ഞ് ആ 3 ശീലങ്ങൾ. അതായത് മറ്റുള്ളവരെ കേൾക്കുക, മറ്റുള്ളവരെ മനസ്സിലാക്കുക, മറ്റുള്ളവരുമായി സഹവർത്തിത്വം സ്ഥാപിക്കുക. മറ്റുള്ളവരുമായി നമ്മൾ ചേരുമ്പോൾ അവരുടെ സിനർജിയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, നെഗറ്റീവ് എനർജികളല്ല. മറിച്ച് ഏറ്റവും അവസാനം പറയുന്നത് ഇതെല്ലാം ബാലൻസ് ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്തുള്ള ലൈഫാണ്. കാരണം നമ്മൾക്ക് സെൽഫ് റിയലൈസേഷനേ ഉള്ളൂ. സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് പോകണമെങ്കിൽ മരിക്കണം, ഇല്ലെങ്കിൽ അവസാന നിമിഷം. അതുകൊണ്ടാണ് എബ്രഹാം മാസ്ലോ പോലും മരണാന്ത്യത്തിൽ, മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ തിരിച്ചറിവുണ്ടായത്. അതുപോലെ തന്നെ ലോകം മുഴുവൻ കീഴടക്കാൻ വേണ്ടി അലക്സാണ്ടർ ചക്രവർത്തിക്കും തിരിച്ചറിവുണ്ടായത്. അവസാന നിമിഷം ഡോക്ടർമാർ പറഞ്ഞു, ഇനിയൊരു സമയമില്ല, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അദ്ദേഹം ചോദിച്ചു, എന്റെ അമ്മയെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? സാധിക്കില്ല എന്ന് പറഞ്ഞു. എന്നാ കൈകൾ രണ്ടും പുറത്തേക്കിട്ടുള്ളൂ, കാരണം ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല. നമ്മൾ ആരും ഇവിടെ ഇപ്പോൾ നമ്മൾക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കളോ നമ്മളുണ്ടാക്കിയ പദവിയോ പ്രശസ്തിയോ ഒന്നും അവസാന നിമിഷം കൊണ്ടുപോകില്ല. മറിച്ച് നമ്മുടെ മനസാക്ഷിയുടെ, നമ്മുടെ ആത്മബോധത്തിന്, ആത്മാവിഷ്കാരത്തിന്, ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള പ്രവൃത്തിയും ജീവിതചര്യയും ജീവിച്ചാൽ മാത്രമേ സാധ്യമാകൂ എന്ന് അടിവരയിട്ട് പറയുകയാണ് അദ്ദേഹത്തിന്റെ 8 ഹാബിറ്റും അതിനുശേഷം വരുന്ന പ്രിൻസിപ്പിൾസിന്റെ ലീഡർഷിപ്പും. അവസാന കാലഘട്ടം അദ്ദേഹം പറയുകയുണ്ടായി, ഞാനിത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ റുമേനിയയിലുണ്ടായി എന്റെ പേരക്കുട്ടി ഷാൻ വിളിച്ചിരുന്നു. അവൾ എന്നോട് പറഞ്ഞു, ഞാൻ ഗ്രാൻഡ് ഫാദർ, എനിക്കൊരു അനുഭവം ഉണ്ടായി. എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു,
മരിക്കാൻ പോയൊരു കുട്ടി എന്നെ ഒന്ന് ആശ്ലേഷിച്ചിരുന്നു, എന്നെ കെട്ടിപ്പിടിച്ചിരുന്നു, എന്നോട് കരഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞിട്ടാണ് അവൾ കാലയൗവനികയിലേക്ക് മറഞ്ഞുപോയത് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷമാണ്. സ്റ്റീഫൻ കോവേ ഉണ്ടാക്കിയ പദവിയോ പ്രശസ്തിയോ ഒന്നും ആയിരുന്നില്ല അവരെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിച്ചിരുന്നത്. മറിച്ച് മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന, മനുഷ്യരുടെ വേദനകളിൽ വേദനിക്കുന്ന ഒരു ഹൃദയമുണ്ടായി എന്നുള്ളതാണ് സ്റ്റീഫൻ കോവ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ ജീവിതം. അതായത് 30 മക്കളും പേരക്കുട്ടികളുമൊക്കെ അവസാനം ഫാദർഹുഡ് അവാർഡും വാങ്ങി അദ്ദേഹം പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായത്, നമ്മൾ നേടിയ നേട്ടമൊന്നും ഒരു നേട്ടമല്ല, എംപ്റ്റി വിക്ടറീസ് ആവരുത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ തിരിച്ചറിയുന്നു, ആ തിരിച്ചറിവാണ് ഫൈൻഡ് യുവർ വോയിസ്. നിങ്ങൾ ഏകാന്തമായിരുന്നു കണ്ണടച്ചിരുന്ന് കണ്ണുകൾക്ക് ഉള്ളിലേക്ക് പോയി നിങ്ങൾ ആന്തരാത്മാവിലേക്ക് പരിവേഷണം നടത്തി അവിടെ എത്തി യഥാർത്ഥ സുഖം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആത്മസംതൃപ്തി നൽകുന്നത് എന്ത് എന്ന് തിരിച്ചറിയുന്ന സമയത്ത് ആ തിരിച്ചറിവാണ് ഫൈൻഡ് യുവർ വോയിസ് ആൻഡ് ഇൻസ്പയർ യുവർ ദേശ് ടു വോയിസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ തിരിച്ചറിയൂ. തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജനതയെ മാത്രമല്ല ലോകത്താകമാനം മാറ്റം വരുത്തുന്ന ശക്തിയായി മാറാൻ സാധിക്കും. അത് ഫൈൻഡ് യുവർ വോയിസ് ആൻഡ് ഇൻസ്പയർ ടു others to find their voices. Every human being can two roads in their life. Two roads. One road is broad and well-traveled road. Other one is greatness. That road is narrow, but that's a greatness. എല്ലാവരും സഞ്ചരിച്ച പാതയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ ജീവിക്കുക. അതായത് നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, ഇൻഡസ്ട്രിയൽ ഏജിലെല്ലാം പഠിച്ചിരിക്കുന്നത്, പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, പറ്റുമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ജോലി വാങ്ങുക, അതിനുശേഷം വീട് വെക്കുക, കാറ് വാങ്ങുക, കല്യാണം കഴിക്കുക, കുട്ടികൾ ഉണ്ടാവുക, അതിനുശേഷം ഈ കുട്ടികളെയൊക്കെ നോക്കി വളർത്തുക, അതിനുശേഷം ഏതെങ്കിലും ഒക്കെ വേദികളിലൊക്കെ ഇരുന്നിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ജീവിതത്തിലൂടെ കടന്നുപോയി അവസാന നിമിഷങ്ങളിൽ ആർക്കും വലിയ പ്രയോജനമൊന്നുമില്ലാതെ ചുമരിൽ കാണുമ്പം ഇതാണ് ഞാൻ എന്നുള്ള രീതിയിൽ നമുക്ക് അവശേഷിപ്പിച്ചിട്ട് ഈ ജീവിതത്തിൽ കടന്നുപോയോ? ഞാൻ ഇവിടെ കാണുന്ന എല്ലാവരോടും ചോദിക്കുന്നത്, 40 വയസ്സ് കഴിഞ്ഞിട്ട് മേലെയുള്ളവരാണ് ഇവിടെ ഉള്ളതെങ്കിൽ ഞാൻ ചോദിക്കുന്നു നിങ്ങളോട്, നിങ്ങൾ ഇൻഡസ്ട്രിയൽ ഏജിനും ഇൻഫർമേഷൻ ഏജിനുമാണ് ജീവിച്ചിരുന്നത്. നിങ്ങൾ ഒട്ടനവധി കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ജീവിതാന്ത്യത്തിലേക്ക് കടന്നു പോകുന്ന സമയത്ത് ഇതിൽ എത്രയൊക്കെയാണ് നിങ്ങൾക്ക് ആത്മഹർഷം ഉണ്ടാക്കുന്നത്, ആത്മാഭിമാനം ഉണ്ടാക്കുന്നത്? ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്കുള്ള തടസ്സം എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് അറിയില്ല എന്നുള്ളതാണ് സ്റ്റീഫൻ കോവ പറയുന്നത്. അതായത് there are so many gifts still unopened from your birthday. There are so many gifts. ആ ഗിഫ്റ്റ്സ് തിരിച്ചറിയാതെ അൺഓപ്പൺ ചെയ്യാതെ ജീവിതമാകുന്ന ജീവിതത്തിലൂടെ ജീവിതചര്യയിലൂടെ കടന്നുപോയിട്ട് നമുക്ക് കലയുവിനയിൽ നടന്നു പോകാം. ഇന്ന് മരിച്ചവരും ഇന്നലെ മരിച്ചവരും മുൻപ് മരിച്ചവരും 100 വർഷം മുമ്പ് മരിച്ചവരും 10,000 വർഷം മുമ്പ് മരിച്ചവരെല്ലാം ഓരോ കാലഘട്ടത്തിന്റെ ചരിത്ര പുസ്തകത്തിന്റെ ഏടുകളിലേക്ക് തിരിച്ചറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ ഒന്നും ചെയ്യില്ല. കൾച്ചറൽ സോഫ്റ്റ്വെയർ. അതാണ് 7 ഹാബിറ്റ്സിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതില് ഒരു മിറർ എഫക്റ്റ്, കണ്ണാടി എന്ന് പറഞ്ഞ ഒരു രീതി പറയുന്നുണ്ട്. അതായത് നമ്മളെല്ലാവരും ജീവിച്ച് ഞാൻ മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് എന്റെ പേര് പോലും മാതാപിതാക്കളായിട്ടത് എന്റെ സ്വഭാവം എന്ന് പറയുന്നത് ശാന്തിയാണ്, സമാധാനമാണ് എൻ്റെ ഉള്ളിൽ വരുന്നത്. അതിനുശേഷം ഞാൻ ബാക്കിയെല്ലാം കൊണ്ടതാണ്. എന്നോട് പലരും പറഞ്ഞു ഇങ്ങനെയാണ്, നീ ദേഷ്യക്കാരനാണ്. അതിനുശേഷം ഞാനിങ്ങനെ ജീവിച്ചു കഴിഞ്ഞ് ഞാൻ സ്വാഭാവികം ആ രീതിയിൽ കടന്നു പോകുന്നു. അതില് എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാത്ത് ഫൈൻഡിങ് ആൻഡ് അലൈൻമെന്റ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് സ്റ്റിച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നു. അതായത് പാരഡൈംസിനെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ ചിന്തകളെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ, എന്താണ് കോർ ബിലീഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ നിങ്ങളോട് നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ കൂടെയുള്ളവർ, അവർ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് അവരെ ഇൻസ്പയർ ചെയ്യാൻ സാധിക്കുക? അദ്ദേഹം പറയുന്നത് നമ്പർ 1 creative excitement, number 2 heartfelt commitment, number 3 അതായത് നമ്പർ 1 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് എക്സൈറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് മറ്റുള്ളവർ എക്സൈറ്റഡ് ആണ്. നമ്പർ 2 അവർ ചിലപ്പോൾ നിങ്ങളോട് അടുത്ത് ഇടപഴകുന്ന സമയത്ത് സ്നേഹത്തോടെയുള്ള അനുസരണം അല്ലെങ്കിൽ ഹൃദയപൂർവ്വമുള്ള പ്രതിജ്ഞാബദ്ധത. ചിലപ്പം അച്ഛനമ്മമാരെ കുട്ടികളോട് പറയുന്ന സമയത്ത് നമ്മൾ അവരെ ചരിത്രം, അതായത് എൻ്റെ പഴയകാല ചരിത്രമൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് അവർ നമ്മുടെ മുമ്പിൽ കേട്ടിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവരെ നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്.
സ്നേഹപാത്രമാകുന്നതിനേക്കാൾ മഹത്തരമാണ് വിശ്വാസപാത്രമാകുന്നത്. നമ്പർ 3 എന്ന് പറയുന്നത് സന്തോഷത്തോടെയുള്ള സഹകരണമാണ്. നമ്പർ 1, 2, 3. പിന്നെയുള്ളത് അവജ്ഞയോടെയുള്ള അനുസരണം. ലാസ്റ്റ് റിബൽ തിരിച്ചു പോള എന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങിപ്പോകും. ഇതില് എന്താണ് ക്രിയേറ്റീവ് എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ബ്രെയിൻ ടാപ്പിംഗ് മെത്തേഡാണ്. അത് വളരെയധികം ഡീപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതും പഠിക്കേണ്ടതുമാണ്. അതായത് നിങ്ങളുടെ മുന്നിൽ വരുന്ന വ്യക്തിയുടെ കഴിവുകളെ കണ്ടെത്തി അതിനെ ഉണർത്തിവിടുക, ഇല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ അവരെ കണ്ടെത്തി യെസ് നിങ്ങൾക്ക് കഴിവുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കണമെങ്കിൽ ആദ്യമായിട്ട് സാബു സാറിനെ കാണുന്ന സമയത്ത് ഒരു ക്ലാസ്സിലെ ഇതിൽ വെച്ചാണ് കാണുന്നത്. അപ്പൊ സാബു സാർ എന്നെ തിരിച്ചറിഞ്ഞു, എൻ്റെ ഉള്ളിൽ എന്തോ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന്. അതിനുശേഷം നിരന്തരമായി, അതായത് മാസങ്ങളിൽ ചിലപ്പോൾ ഞാൻ അജ്ഞാതവാസത്തിലായിരിക്കും, അപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഉണർത്തു വിളിയായി സാബു സാറിന്റെ ഫോൺ കോൾ എൻ്റെ അടുത്തേക്ക് വരാറുണ്ട്. അതാണ് റൈറ്റ് ബ്രെയിൻ ടാപ്പിംഗ് മെത്തേഡ്, ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശബ്ദത്തിനെ കണ്ടെത്തുന്നുള്ള പ്രേരക ശക്തിയായി മാറുക. ഒരുപക്ഷെ നമ്മൾ വിളിക്കുന്ന ഒരാൾ നാളെ ലോകമറിയുന്ന, ലോകത്താകമാനം വിസ്ഫോടനാത്മകമായി മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ട്രാൻസ്ഫോമറെ ആയിരിക്കാം. തിരിച്ചറിയുന്നു, കൊണ്ടുപോകുന്നു. നമുക്ക് ചുറ്റും നമ്മുടെ കുട്ടികളിൽ, നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലെല്ലാം അവരുടെ കഴിവുകളെ കണ്ടെത്തിക്കൊണ്ട് അവരോട് സംസാരിക്കുന്ന സമയത്ത് അത് അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു കാര്യത്തിനെയാണ് ക്രിയേറ്റീവ് എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. അവരെ എക്സൈറ്റഡ് ആണ്. എക്സൈറ്റ്മെന്റ്. ബാക്കിയുള്ളതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് അല്ല, കാരണം നമുക്ക് സ്നേഹത്തോടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ സമ്മതിക്കുകയൊക്കെ ചെയ്യും. ബട്ട് നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും നിങ്ങൾക്ക് മുന്നിൽ വരുന്ന, അതായത് നരേന്ദ്രമോദിയിലൊക്കെ കാണുന്ന ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം കഴിവുള്ള ആളുകളെ കണ്ടെത്തി അതിനെ പ്രയോഗത്തിൽ വരുന്നു. കഴിവുള്ള ഒരാളെ കണ്ടെത്തുക എന്ന് പറയുന്നതിനുള്ള ശീലം നമ്മൾ ശീലിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരിലും, ഓരോ മനുഷ്യരിലും അന്തർലീനമായിരിക്കുന്ന ഒരു ശക്തിയെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതായത് അലൈൻമെന്റ് എന്ന് പറയുന്ന ലാസ്റ്റ്, അതായത് മോഡലിംഗ്, പാത്ത് ഫൈൻഡിങ്, അലൈൻമെന്റ് ആൻഡ് എംപവറിംഗ്. എംപവറിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ് നമ്മൾ വിചാരിക്കാത്ത വ്യത്യാസം ഉണ്ടാകുന്ന ഒരു അച്ഛനും അമ്മയും ചേരുമ്പോൾ കുട്ടി ഉണ്ടാവുന്നുവെങ്കിൽ ആ കുട്ടിയെ ശരിയായ രീതിയിൽ പരിപോഷിപ്പിച്ച് ലോകത്തിന് സംഭാവന നൽകുന്ന രീതിയിൽ അവനെ എക്സൈറ്റഡ് ആക്കിയിട്ട്, അതായത് മാതാപിതാക്കൾ എന്ന നിലയിൽ എക്സൈറ്റഡ് ആയിട്ടുള്ള പിതാവാണ്, അവന്റെ ശക്തിയെ ഞാൻ തിരിച്ചറിഞ്ഞ് അവനെ ലോകത്തിലേക്ക് സംഭാവന നൽകുന്ന ഒരു പിതാവായി ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ ഐ ആം എംപവറിംഗ്. ഞാൻ അവനെ എംപവർ ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾക്ക് ചുറ്റുമുള്ള, നിങ്ങൾ സഹവസിക്കുന്ന ഓരോരുത്തരെയും എംപവർ ചെയ്യുന്ന, അവരെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന പേഴ്സണാലിറ്റി ആയിട്ട് നിങ്ങൾ മാറുന്ന സമയത്ത് ഈ ശീലങ്ങളിലൂടെ എല്ലാം കടന്നുപോയി നമ്മൾ അവസാനം എത്തിച്ചേരുന്നത് ഒരു ലെജൻഡായി മാറും. കാരണം നമ്മൾക്ക് മുന്നിൽ പല പേരുകളും കേട്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ലോകത്തിനാകമാനം മാറ്റം വരുത്തുന്ന, ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തുന്ന ഇതേ ശീലങ്ങൾ ശീലിപ്പിച്ചിട്ടുള്ള ആളുകൾ നമുക്ക് മുന്നിലുണ്ട് എങ്കിൽ അവരുടെ പ്രത്യയശാസ്ത്രമോ അവരുടെ ആശയങ്ങളോ ഒക്കെ നമുക്ക് വിയോജിപ്പിക്കുന്നുണ്ടാവുമെങ്കിലും വ്യക്തി എന്ന നിലയിൽ അവർ ഇത്തരം ശീലങ്ങൾ പ്രാവർത്തികമാക്കുന്നതിലൂടെ, എംപവർ ചെയ്യുന്നതിലൂടെയാണ് വിസ്ഫോടനാത്മകമായ മാറ്റം ഒരു രാജ്യത്തിനുണ്ടാക്കാൻ സാധിക്കുന്നത്. അത് മനസാക്ഷിയാണോ ഈഗോ ആണോ വർക്ക് ചെയ്യുന്നത്? ഹിറ്റ്ലർ ാണ് അത്തരത്തിലുള്ള യാത്രയാണ്. പിന്നീട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനെല്ലാം. എന്താണ് മനസാക്ഷിയുടെ ശബ്ദം എങ്ങനെ കണ്ടെത്തുക, എങ്ങനെയാണ് നമുക്ക് ഡയറി എഴുത്തുകളിലൂടെ, ഇതെല്ലാം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിനെല്ലാം 1 by 1 ആയിട്ട് അതിനെങ്ങനെ ഡിസ്കസ് ചെയ്ത് ഓരോന്ന് എഴുതി ഞാനിങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ ഒരു സുപ്രഭാതത്തിലല്ല, ഇത് ഒരുപാട് വർഷം ഈ ഒരു ഓരോ സബ്ജക്റ്റും 8 ഹാബിറ്റ് ഞാൻ തീർത്തത് 12 മാസം കൊണ്ടാണ്. ഒരു മാസം ആദ്യം ആ പുസ്തകം എടുത്തു വായിച്ചു, രണ്ടാമത് വീണ്ടും വായിച്ചു ആ പാത്ത് നോക്കാൻ വേണ്ടി, എഴുതി അതിനെ നോക്കി മനസ്സിലാക്കി, മനസ്സിൽ പലവരും ഉരുവിട്ടത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് പറയാൻ സാധിക്കുന്നത്. അത് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുന്ന സമയത്ത് എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, അത് വലിയ മാറ്റങ്ങൾക്ക് പ്രേരകമാകും എന്നുള്ളത്. നിങ്ങൾ ഒരു ട്രാൻസാക്ഷൻ ആണോ ഫോളോ ചെയ്യുന്നത്? ട്രാൻസാക്ഷൻ ആണോ? ഡെലിവറി ബോയ്സ്, നമ്മളിൽ പലരും ഡെലിവറി
നിന്ന് കിട്ടുന്ന അവിടെ കൊടുക്കുക, എടുക്കാൻ വേണ്ടി ഒരു നോളജ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെലിവറി ബോയ്സ് ആണ് എങ്കിൽ ഒരു ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും എടുത്തുള്ള ഒരു ട്രാൻസ്ഫോമർ വളരെ വീക്കായി വന്നിരിക്കുന്ന വൈദ്യുതിയെ എക്സ്ട്രാഓർഡിനറി പവറാക്കി മാറ്റുന്ന ആ ഒരു ട്രാൻസ്ഫോമറായി നിങ്ങൾക്ക് ജീവിക്കണമോ എന്നുള്ള ചോയ്സ് ആണ് നമുക്ക് മുന്നിലുള്ളത്. ആ ചോയ്സ് തിരിച്ചറിയുക. ഈ പുസ്തകങ്ങളെല്ലാം വളരെ ഗാഠമായി വായിക്കുക, മനസ്സിലാക്കുക. അതായത് ലേൺ ടീച്ച് ഡു, ലേൺ ടീച്ച് ഡു. ഒരിക്കലും ലേൺ ഡു ടീച്ചാണ് നമ്മൾ പഠിച്ചതെങ്കിൽ ലേൺ ടീച്ച് ഡു. നിങ്ങൾ പഠിക്കൂ, പഠിപ്പിക്കൂ, അതിനുശേഷം ചെയ്യൂ. കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരും. കാരണം പഠിപ്പിക്കുമ്പോൾ, അതായത് ഒരു വിദ്യാർത്ഥിയിൽ നിന്നും അധ്യാപകനിലേക്ക് മാറുക. ഓരോ പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്തും ഓരോന്നും എത്തുന്ന സമയത്തും അത് നാളെ രാവിലെ എനിക്ക് ക്ലാസ് എടുക്കാനുള്ളതാണ് എന്ന ചിന്തയോടെ വായിക്കുക, നോട്ടുകൾ തയ്യാറാക്കുക, പ്രിപ്പയർ ചെയ്യുക. പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പൗസിനെയോ സുഹൃത്തിനെയോ ആരെയെങ്കിലും ഒരാളെ പഠിപ്പിക്കാനും തയ്യാറാവുക. അത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിൽ ഈ പുസ്തകത്തിനെ സമീപിച്ചാൽ മാത്രമേ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ പുസ്തകം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രൊആക്ടിവിറ്റിയിൽ ഫസ്റ്റ് പറയുന്ന പോലെ in more than 24 years of working people with business and marriage and family settings എന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന ഫസ്റ്റിന് ശേഷം അദ്ദേഹം ആ ഒരു കോട്ട് പറയുന്നുണ്ട്. I remember one famous quote my favorite writer Henry David Thoreau says, the most optimistic thing, the most encouraging things in our life, I know of no more encouraging fact than the unquestionable ability of man. Man means you, human, you and me, can elevate, can rise our life conscious endeavor. Root word is here, endeavor, endeavor. That's a last point, endeavor. അതായത് ബോധപൂർവമായ പരിശ്രമം കൊണ്ട് മനുഷ്യനെ ഉദ്ധരിക്കാൻ, മാറ്റം വരുത്താൻ നിങ്ങൾക്കുള്ള കഴിവിനേക്കാൾ മഹത്തായ ഒരു കഴിവ് മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ് ഹെൻറി ഡേവിഡ് തോറോ പറയുന്നത്. നിങ്ങൾ അത്യപൂർവമായിരിക്കുക, അതിനെ പ്രയോഗത്തിൽ വരുത്തുക. ഇത് മലയാളവും കോംപ്ലിക്കേറ്റഡ്, ഇംഗ്ലീഷും കോംപ്ലിക്കേറ്റഡ്. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ 3 ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സുജിത്ത്. വളരെ മനോഹരമായ സെഷൻ. നമുക്കറിയാം ഹാബിച്വൽ ലൈഫ് എന്ന് പറയുന്നതാണ് ബ്രെയിനിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആഗ്രഹം. കാരണം ബ്രെയിൻ എപ്പോഴും ഏറ്റവും മിനിമം എഫേർട്ടിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഹാബിറ്റ് നമ്മളിലേക്ക് കൊണ്ടുവരും. പക്ഷെ പലപ്പോഴും നമ്മുടെ ഹാബിറ്റുകളെല്ലാം നെഗറ്റീവുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അല്ലെങ്കിൽ എപ്പോഴും സോഷ്യലി പ്രയോജനകരമല്ലാത്ത ഹാബിറ്റുകളിലൂടെയാണ് പലപ്പോഴും പോകുന്നത്. അപ്പോൾ അതിനെ ഒന്ന് പോസിറ്റീവ് ഹാബിറ്റാക്കുക, അല്ലെങ്കിൽ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഹാബിറ്റാക്കി മാറ്റുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫിന് കൂടുതൽ മനോഹരമായി. ഇപ്പോൾ ഇവിടെ ഈ 8th ഹാബിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു സ്വയം സാക്ഷാത്കാരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. സ്വയം സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ എബ്രഹാം മാസ്ലോയുടെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയുടെ പൂർണ്ണതയിലേക്ക്, മുഴുവൻ പൊട്ടൻഷ്യലും മാക്സിമം സാധ്യതകളെ തിരിച്ചറിഞ്ഞത് പൂർണ്ണമായി ഉപയോഗിക്കുമ്പം തീർച്ചയായിട്ടും ആദ്യം സുജിത്ത് പറഞ്ഞ പോലെ മറ്റുള്ളവരിലേക്ക് ആ പൂർണ്ണതകളെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പൂർണ്ണതകളെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മനഃശാസ്ത്രപരമായ ഒരു തലമാണ് നമ്മൾ വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത്. ഇത് തീർച്ചയായിട്ടും സാധിക്കുന്ന ഒത്തിരിയും വ്യക്തികളുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള വ്യക്തികൾ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മളും ഇതുപോലെയൊക്കെ പവർഫുള്ളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ശ്രേണിയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്വയം സാക്ഷാത്കാരത്തിലേക്ക് എത്തണം. ഒരു പൊട്ടൻഷ്യലെ തിരിച്ചറിയുകയും അതിനെ കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. അപ്പോൾ ആ ഭാഗത്തെയാണ് ഈ 8th ഹാബിറ്റ് എന്ന് പറയുന്ന സ്റ്റീവൻ കോവയുടെ മനോഹരമായ ഈ ഒരു ബുക്കിലൂടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അത് സുജിത്ത് വളരെ ഗാഢമായി പ്രസൻറ്റ് ചെയ്തപ്പോൾ നമുക്കറിയാം, നമുക്കത് എന്തൊക്കെയാണ് കേട്ടതെന്ന് പോലും നമുക്ക് കൃത്യമായിട്ട് ഓർക്കാൻ പറ്റുന്നില്ല. കാരണം അതൊക്കെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്നത് പോലെ, അതിൻ്റെ മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അത്രമാത്രം, കാരണം അത്ര ഈസി അല്ല അത് കൺസീവ് ചെയ്യാൻ. 12 മാസങ്ങൾ കൊണ്ടത് പഠിക്കുക. നമ്മളൊരു ബുക്ക് എത്ര നാൾ വായിക്കും? വളരെ കുറച്ചു കാലം വായിച്ച് അതിന് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല, അതിൻ്റെ അകത്തുള്ള ആ മർമ്മങ്ങളെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇത് ജീവിതത്തിൽ എത്രമാത്രം ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് വരുന്ന ഒരു പോയിന്റ്. അപ്പോൾ ഇതിനെ പ്രായോഗിക തലത്തിൽ സ്വയം ജീവിതത്തിലും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ മാതൃകയിലേക്കും ഇതിനെ എത്തിക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ഈ 8 ഹാബിറ്റുകളിലൂടെ എത്തുന്നത്. അതിൽ ഏറ്റവും അവസാനത്തെ ഹാബിറ്റാണ് നമ്മുടെ വോയിസ്. നമ്മളുടെ ആ വോയിസ് എന്ന് പറയുമ്പം നമ്മുടെ ശബ്ദം എന്നോ
അല്ലെങ്കിൽ നമ്മളുടെ ടാലൻ്റ് എന്നൊക്കെ പറയാം. അതിനെ കൃത്യമായിട്ട് നമ്മൾ ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക, അതിനെ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുക, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുക, അതിലൂടെ മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ഉണ്ടാക്കുക. അപ്പോൾ എപ്പോഴും നമുക്കും വിൻ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി നമ്മൾ നാലാമത്തേതായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വിൻ സ്ട്രാറ്റജിയിലേക്ക് തുടങ്ങി നമ്മൾ നമ്മുടെ കഴിവുകളെ കണ്ടെത്തണം. അറ്റ് ദ സെയിം ടൈം ഈ കഴിവുകൾ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നതാകണം. അവരെ പ്രചോദിപ്പിച്ച് രണ്ടുപേരും ഒരുപോലെ ഒരു സിനർജിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു തരത്തിലാകണം. സോ താങ്ക് യു വെരി മച്ച് സുജിത്ത്. വളരെ മനോഹരമായ സെഷൻസ്. സ്റ്റീവൻ കോവിയുടെ 3 ബുക്കുകൾ നമ്മൾ ചെയ്തിരുന്നു. ഒന്ന് ആദ്യം 7 ഹാബിറ്റ്സ്, പിന്നെ ഫസ്റ്റ് ഇൻ ഫസ്റ്റ്, ദെൻ ഇപ്പം ദ 8th ഹാബിറ്റ്. അപ്പോൾ ഇതിൽ ശരിക്കും നമ്മളൊന്ന് വായിച്ച്, ശരിക്കും ബുക്ക് വാങ്ങിച്ച് അതൊന്ന് വായിച്ച് അതിനെ നമ്മുടേതായ രീതിയിലേക്ക് ഒന്ന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയാൽ ഒരുപക്ഷെ തീർച്ചയായിട്ടും ലൈഫിന് മറ്റൊരു തലം, ഇത് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു ഇൻസ്പിറേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. എനിവേ താങ്ക് യു വൺസ് അഗെയിൻ. പലതരം സെഷൻ നമ്മൾ പ്രിൻസിപ്പൽ സെൻ്ററുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു പെയ്ഡ് സെഷൻ തന്നെ നമ്മൾ ചെയ്തിരുന്നു കുറച്ച് നാൾ മുമ്പ്. തീർച്ചയായിട്ടും ഇനി നമുക്ക് തിരിച്ചു വരാം, അങ്ങനെയുള്ള സെഷൻസിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇങ്ങനെയുള്ള അറിവുകൾ ഇത് തീർച്ചയായിട്ടും ഒരു പുഷ് വേണം, അല്ലെ? ബ്രെയിനിൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് 100 1000 പ്രാവശ്യമേ ഒരു ഹാബിറ്റിൽ അത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് ഒരു ഹാബിറ്റായിട്ട് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഹാബിറ്റിലേക്ക് എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒരു എക്സ്റ്റേണൽ പ്രഷർ ആവശ്യമുണ്ട്. ആ പ്രഷർ ചെയ്യുന്ന ആ റിസോഴ്സ് അല്ലെങ്കിൽ ആ പവറായിട്ട് സുജിത്തിനെ നമുക്ക് ഉപയോഗിക്കാം. സോ താങ്ക് യു സുജി വൺസ് അഗെയിൻ. ഓക്കെ, ഇനി നമുക്ക് ആർക്കാ ഡിസ്കസ് ചെയ്യാനുള്ള? റോയ് സാർ റെഡിയാണോ? ഓമന മാം, ശുദ്ധോധൻ ഡോക്ടർ, രമാദേവി മാം, ആരെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാം. ഓമന മാം പറയും. താങ്ക് യു സർ. സുജിത്ത് സാറ് ഞെട്ടിക്കുകയാണ്. സാധാരണ വല്ല ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നിങ്ങൾ ഞെട്ടിക്കുന്നു. യഥാർത്ഥത്തിൽ സാറ് ഞെട്ടിക്കുകയാണ്. ഒരു പുസ്തകം ഇതുപോലെ അങ്ങ് ബ്ലഡില് ആയി, ഹൃദയത്തിലും തലച്ചോറിലും അല്ല ബ്ലഡിലും ആയി എന്നുള്ള മട്ടിലാണ് സാർ അത് അവതരിപ്പിക്കുന്നത്. ഒത്തിരി നന്നായി. ശരിയാണ്, നമുക്ക് വാല്യൂസും ഡിസിപ്ലിനും എത്തിക്സും ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ നമ്മളൊരു എവിടെ ഒരു പുതിയ ഒരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ വേറൊരു വീട്ടിലോ ഒക്കെ പോയാൽ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അത് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പം വൈകുന്നേരം ഞാൻ എൻ്റെ കൂടെ പണ്ട് വർക്ക് ചെയ്ത ഒരു ടീച്ചർ മരിച്ചിട്ട് അവിടെ പോയായിരുന്നു. ടീച്ചർക്ക് ഹൈ ലെവൽ ഷുഗർ ആയിരുന്നു. പണ്ട് മുതലേ ടീച്ചറെ എനിക്കറിയാം. 2 ആൺകുട്ടികളാണ്. അപ്പൊ അങ്ങേരെ ആദ്യം മരിച്ചുപോയി. ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് അല്ലായിരുന്നു. ഞാനിപ്പോ ഈ ഇരിക്കുന്നിടത്ത് അവര് ഒരു 2 മാസം താമസിച്ചിട്ടുണ്ട്. ഞാനിവിടെ താമസിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഫുൾ ടൈം ഹോട്ടലിലാണ് അവർ ഭക്ഷണം കഴിക്കാറ്. ടീച്ചർ ഹോട്ടലിൽ കുട്ടികളെയും കൂട്ടി പോയി ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഞാൻ ആദ്യമൊക്കെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ടീച്ചർക്ക് ഹൈ ലെവൽ ഷുഗറായി, കിഡ്നി പോയി, എല്ലാം പോയി. 10-20 ദിവസം വർത്താനം പോലും പറയാതെ കിടന്നു. എന്നിട്ടെല്ലാം അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വഴിയിൽ നിന്ന് ഒരാൾ പറയുന്നത്, ആ 2 ആൺകുട്ടികളും കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, അവർക്ക് 2 പേർക്ക് ഹൈ ഷുഗറാണ് അത്ര. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഡിസിപ്ലിൻ എത്രത്തോളം ആവശ്യമാണ് എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. അത് സുജിത്ത് സാർ പറഞ്ഞ പോലെ, സാബു സാർ പറഞ്ഞ പോലെ ഒരു എക്സ്റ്റേണൽ പുഷ് ആവശ്യമാണ് എല്ലാവർക്കും. അതെങ്ങനെ, എവിടെ വെച്ച്, എങ്ങനെയെന്നുള്ളതാണ്. ഈ പുസ്തകമൊക്കെ വായിച്ചിട്ട് ആരും നേരെയാകാൻ പോകുന്നില്ലല്ലോ. ഈ പുസ്തകം അപൂർവ ആളുകളല്ലേ വായിക്കുന്നുള്ളൂ. അങ്ങനെയാണ് ഞാൻ ആലോചിച്ചു പോയത്. എന്തായാലും ഈ ഡിസിപ്ലിനും വാല്യൂസും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു പ്രയോജനമുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞങ്ങ് നിർത്തുകയാണ്, പാരമ്പര്യമായിട്ടുള്ള ഷുഗറാണ് എന്നങ്ങ് പറഞ്ഞ് ഒഴിവാകുകയാണ് എല്ലാവരും. ഏതിനെയും നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എന്താ പറയണ്ടേന്നറിയില്ല. താങ്ക് യു സർ. തീർച്ചയായും താങ്ക് യു മാം. അത് തന്നെയാണ് നമ്മളുടെയും സമസ്യ. നമുക്കതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇതുപോലെ മെൻറ്റർഷിപ്പുകളും തീർച്ചയായിട്ടും പ്രയോജനപ്രദമാകും. സുജിത്ത് നമ്മളെ സഹായിക്കുമെന്ന് വിചാരിക്കാം. ഓക്കെ, ദെൻ ശുദ്ധോധൻ ഡോക്ടർ പറയും. താങ്ക് യു സുജിത് സാർ. ഞാൻ കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കുന്നുണ്ടോ?
Yes. കാരണം പുറത്ത് മഴ പെയ്യാണ്, അപ്പോൾ എൻ്റെ നെറ്റ് ഫീബിളാണ്. അപ്പോൾ വളരെ വിസ്മയിപ്പിക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നു അത്. വളരെ വിസ്മയിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ അതിവേഗത്തിൽ കുതിച്ചു പോകുന്നത് പോലെ എന്താ പറയുക, വാട്ടർഫാൾ, നമ്മുടെ ഒരു വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ ആശയങ്ങളുടെ ഗംഭീരമായ ഒരു ഓവർഫ്ലോയിൽ ഞാൻ മുങ്ങിപ്പോയി. ഇത് എന്നെ ഞാൻ സാറ് പറഞ്ഞ ആ ക്രിയേറ്റീവ് എക്സൈറ്റ്മെൻറ്റ് ഇപ്പോൾ അനുഭവിക്കുകയാണ്. കാരണം ആ ക്ലാസ് കേട്ടതിൻ്റെ ത്രില്ലാണ് എനിക്ക്. ഞാൻ മറ്റുള്ളവരെ പറ്റി ഒന്നും ആലോചിക്കുകയോ പറയുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതിൽ ഈ വൈബ്രേറ്റിംഗ് മനസ്സെന്ന് സാറ് പറഞ്ഞില്ലേ, അപ്പോൾ ഈ ചില ആളുകളുടെ സാന്നിധ്യവും ചില വാക്കുകളും ചില ക്ലാസ്സുകളും ഒക്കെ നമ്മളെ വലിയ ക്രിയേറ്റീവ് എക്സൈറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകും. ഞാൻ ആ എക്സൈറ്റ്മെൻറ്റോ അതിൻ്റെ എക്സ്ട്രസിയോ ഒക്കെ ഇപ്പോൾ അനുഭവിക്കുകയാണെന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയല്ല. സാറിനൊക്കെ അറിയാം, ഞാനങ്ങനെ ഈ ഉള്ളതുള്ള പോലെ പറയുന്ന ഒരാളാണ്, അപ്പോൾ സൂചിപ്പിക്കില്ല. പക്ഷേ ദിസ് റിയലി ഐ ആം അണ്ടർ എ സ്പെൽ. അത്ര ഗംഭീരമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൽ ഈ വിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വെറുതെ ഫ്ലോട്ട് ചെയ്ത് പോകുന്ന ആളുകളല്ലാത്തവരുടെ പ്രത്യേകതയും, പിന്നെ ഈ ഭൂമിയിൽ വന്നൊരു നിയോഗം ഉണ്ടല്ലോ, അപ്പം നമ്മളത് ഈ അനിമൽസിന് ഉള്ളതുപോലെ ഉള്ള ഫീലിങ്സ് ആണോ ഇമോഷൻസ് ആണോ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാൻ പറ്റണം നമുക്ക്. അതൊരു ഗംഭീരമായിട്ടുള്ള ഒരു സാറ് പറഞ്ഞ ഈ പാത്ത് ഫൈൻഡിങ്ങിലെ ഈ ചുണ്ടൻ വെള്ളം 10-100 പേരിരുന്ന് തുഴഞ്ഞു പോകുന്ന ചുണ്ടൻ വെള്ളത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരാളുടെ ഒരു തുഴയാണ് അത്. കാരണം ആ ട്രാക്കിൽ കൂടെ തന്നെ ഇത് അതിവേഗത്തിൽ കുതിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഒരാൾ ആ ബാക്കിൽ ഇരുന്നിട്ട് നീളമുള്ള ഒരു എന്താ പറയുക പങ്കായം, ആ പങ്കായത്തിലാണ് ഈ 100 പേര് തുഴഞ്ഞ് ആഞ്ഞു പിടിച്ചു പോകുന്നെങ്കിലും അത് ഡയറക്റ്റ് അത് കുടുംബത്തിനായാലും ഇൻസ്റ്റിറ്റ്യൂഷൻസിനായാലും ഓർഗനൈസേഷൻസിനായാലും ഒക്കെ ഇതേപോലെയുള്ള ആളുകൾ ആവശ്യമുണ്ട്. അല്ലാതെ ഈ എംപവർമെൻ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വന്നൊരു നിയോഗം നമ്മൾ സ്പെഷ്യലാണെന്ന് തന്നെ നമ്മൾ വിചാരിച്ചാൽ മതിയാവും. ഞാൻ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയതിന് ശേഷം സാബു സാറിൽ നിന്ന് ഞാൻ സ്വീകരിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലേൺ ടു ടീച്ച്. നമ്മളിത് കേൾക്കുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും പറയാനും പഠിപ്പിക്കാനും ആരും ഇല്ലെങ്കിൽ ഭാര്യയോടും മക്കളോടും എങ്കിലും പറയാൻ വേണ്ടിയിട്ട് എൻ്റെ കുട്ടികൾ രണ്ടുപേരും ഫോൺ ചെയ്യുമ്പോഴും ഒക്കെ ഈ പഠിച്ച കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴും ഒക്കെ ഈ മനസ്സിൻ്റെ ഈ അടരുകളില്ലേ അതിൽ നമ്മൾ ശേഖരിച്ച് വെക്കുന്നത്, അല്ലാതെ ചെവി കൂടെ കേട്ട് ചെവി കൂടെ അത് ഇറങ്ങി അങ്ങ് പോവുകയോ അത് വെപ്രൈസ് ചെയ്ത് പോവല്ല. അപ്പോൾ അതേപോലുള്ള ഒരു ലേൺ ടു ടീച്ച്, പഠിപ്പിക്കൂ എന്ന് പറഞ്ഞ് അത് സാർ ഒന്ന് എലാബറേറ്റ് ചെയ്യണമായിരുന്നു എന്ന് എനിക്കൊരു മോഹമുണ്ട്. കാരണം നമ്മൾ ആ ഒരു മെൻ്റൽ ലെവലിലേക്ക് സ്റ്റാറ്റസിലേക്ക് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ വൈബ്രേറ്റിംഗ് ക്രിയേറ്റീവ് എക്സൈറ്റ്മെൻ്റ് ഒക്കെ അനുഭവിക്കണമെങ്കിൽ ഇതേപോലെ, അല്ലാതെ കമിഴ്ത്തി വെച്ച കുടത്തിൽ ഒരിക്കലും ഒരു കൊളുത്തി വെച്ച ദീപം ചുറ്റും പ്രകാശിക്കില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ ലേൺ ടു ടീച്ച്, റീഡ് ടു ടീച്ച് എന്നൊക്കെ പറയുന്ന പോലെ സാർ ഈ ബുക്ക് വായിച്ചു, ബട്ട് അത് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് അത് 1 മണിക്കൂർ കൊണ്ട് വളരെ ഗംഭീരമായിട്ട് ഞങ്ങളെ ഇങ്ങനെ പ്രചോദിപ്പിച്ചു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇപ്പം അത് സാറിൻ്റെ ഒരു കമ്പാരിസൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഗാന്ധിജി ആയാലും ജവഹർലാൽ നെഹ്റു ആയാലും ഹിറ്റ്ലർ ആയാലും നെൽസൺ മണ്ടേല ആയാലും അതേപോലെ ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ടവർ അവർ ലോകത്തിന് വലിയ ഈ ഹിറ്റ്ലറൊക്കെ ഭയങ്കരമായിട്ടുള്ള ദുഷ്ടനായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലും ഞാനത് അത്ര അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഒരു രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ എക്സൈറ്റഡ് ആക്കി നിർത്താനും എന്തോ തെറ്റോ ശരിയായിക്കൊള്ളട്ടെ അതിനു വേണ്ടിയിട്ട് അവരെ സജ്ജരാക്കി നിർത്താനും ഒരു സിംഗിൾ മാന് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഹീസ് ഹാവിങ് എ റേഡിയേറ്റിംഗ് എനർജി ഇൻസൈറ്റ്. അല്ലാതെ ഉള്ളിൽ നിന്ന് ഉജ്ജ്വലമായ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരാളിനെ ആകർഷിച്ച് പിടിക്കാൻ പറ്റുമോ ആളുകളെ? അല്ലെങ്കിൽ നമ്മുടെ ഈ ബാസാർ പൊളിറ്റീഷ്യൻസിൻ്റെ പോലെ പ്രസംഗം പറഞ്ഞിട്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഈ ഹിറ്റ്ലറുടെ ലൈഫ് നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാം, ഹി വാസ് വെജിറ്റേറിയൻ, അതേപോലെ ഡിസിപ്ലിൻഡ് ആയിരുന്നു, സിസ്റ്റമാറ്റിക് ആയിരുന്നു, എല്ലാം ആണെങ്കിൽ പോലും അദ്ദേഹം ഗ്ലോ ചെയ്യുന്നുണ്ടായിരുന്നു ഉള്ളിൽ. തെറ്റായിക്കോട്ടെ ശരിയായിക്കൊള്ളട്ടെ, ജൂതന്മാരോ അല്ലെങ്കിൽ ജർമ്മൻകാരെയോ സംബന്ധിച്ച്. അതേപോലെ നമ്മൾ ഈ ഓരോ കാര്യങ്ങളിലും കുറച്ചുകൂടെ എക്സൈറ്റഡ് ആവണം. പോലെ ക്രിയേറ്റീവ് എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വെറും എക്സൈറ്റഡ് ആയാൽ പോരാ, ക്രിയേറ്റീവ് എക്സൈറ്റ്മെന്റ് പോലെ എക്സൈറ്റഡ് ആയ പിള്ളേർ ഇപ്പോൾ ഈ നമ്മുടെ DJ ഇതിലൊക്കെ കിടന്ന് ദേ ആർ എക്സൈറ്റഡ് ആൻഡ് ദേ ആർ എൻജോയിങ് ആൻഡ് അവർ ഗംഭീരമായിട്ട് ആ ഒരു ഹർഷോന്മാദമൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഈ ക്രിയേറ്റീവ് എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു വാക്ക്, ദാറ്റ് ഈസ് എ വണ്ടർഫുൾ ഫ്രേസ് ഫോർ മീ.
ഞാൻ ഐ ക്യാൻ യൂട്ടിലൈസ് ദിസ് ഇൻ സെവറൽ ഒക്കേഷൻസ്. വായിക്കാൻ വേണ്ടിയിട്ട് അല്ല വായിക്കണ്ടേ, ലേൺ ടു ടീച്ച്. അതൊരു ഗംഭീരമായൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ ഈ നാവിഗേഷൻ, ഭൂമിയിൽ വന്ന നിയോഗം, അങ്ങനെയുള്ള കാര്യം. പക്ഷേ 8 പോയിന്റ്സ് എനിക്ക് മെമ്മറൈസ് ചെയ്യാൻ പ്രയാസമുണ്ട്. അപ്പോൾ ഐ ഷാൽ ലിസൺ ടു ദറ്റ് റെക്കോർഡഡ് വെർഷൻ അഗെയിൻ ആൻഡ് അഗെയിൻ. അത് ഗംഭീരമായിരുന്നു. ഒരു ഭയങ്കര പുസ്തകം എടുത്ത് വെച്ചിട്ട് അതിങ്ങനെ അത് തുള്ളികളായിട്ട് നമ്മുടെ ഈ ഹോമിയോ ഗുളിക ഉണ്ടല്ലോ, അതിനകത്ത് അവർ ടിഞ്ചറൊക്കെ ചേർക്കുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ അത് ആ ഒരു പഞ്ചസാര ഗുളികയിൽ ഇത് ഈ ടിഞ്ചേഴ്സോ എന്തൊക്കെയോ ചേർത്തിട്ട് തരുന്ന രീതിയിലുള്ള ഒരു 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 ഗംഭീരമായൊരു പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ സർ, ഒരു വൺ സജഷൻ ഐ ഹാവ് ടു മേക്ക്. യു ആർ സ്പീഡിങ് അപ്പ് ജസ്റ്റ് ലൈക്ക് എ ലൈറ്റനിങ്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ട്രെയിൻ പോകുന്ന പോലെയോ വന്ദേ ഭാരത് പോകുന്ന പോലെയോ അതങ്ങനെ അതിവേഗത്തിൽ കുതിച്ചു പോകും. അപ്പോൾ ഞങ്ങളൊക്കെ സ്ലോ ലേണേഴ്സ് ആയതുകൊണ്ട് വി ആർ സ്ട്രഗ്ലിംഗ് ടു ക്യാച്ച് അപ്പ് വിത്ത് യു. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ടൈം വെൻ യു കം ഒരു ഇത്തിരി സ്പീഡ് എന്ന് കുറച്ചാൽ ദാറ്റ് വിൽ ബി മോർ ബെനിഫിഷ്യൽ. കാരണം ഓടിയെത്താൻ ഒക്കുന്നില്ല. ഒപ്പം നമ്മളൊരു വിസ്മയിച്ച് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് അപ്പോഴത്തേക്ക് യു ആർ ജമ്പിങ് അങ്ങനെ ഹേർഡിൽസ് ചാടി അങ്ങ് പോകുന്ന പോലെ അങ്ങ് പോവാൻ. അപ്പോൾ അതിൽ പോയിന്റ്സ് നമ്മൾ ഈ ബിക്കോസ് ആൾമോസ്റ്റ് ഓൾ ആർ സീനിയേഴ്സ്, എൽഡേഴ്സ് ഓൺ ദിസ് ഗ്രൂപ്പ് പ്ലാറ്റ്ഫോം. അപ്പം നമ്മൾ ഈ പുതിയ പിള്ളേരുടെ, നമ്മുടെ ആൽഫ ജനറേഷൻ പിള്ളേരെ പോലെ ക്വിക്ക് ലേണേഴ്സോ അല്ലെങ്കിൽ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി കുറഞ്ഞതാണ്. ടീച്ചേഴ്സൊക്കെ ഉണ്ട്, രമാവതി ടീച്ചറും ഒക്കെ ഇതിൻ്റെ എല്ലാ തുള്ളികളും ആസ്വദിക്കുന്നവരാണെങ്കിലും ഇപ്പോൾ ഐ ഫെൽറ്റ് ദാറ്റ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫോളോ അപ് ടു ദി ലാസ്റ്റ് വേർഡ്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു സ്പീഡ് ഒന്ന് കുറയ്ക്കണേ. താങ്ക് യു. ഐ കൺക്ലൂഡ്. ഐ ആം എക്സൈറ്റഡ്. ഞാൻ ഇന്ന് വന്ദേ ഭാരതിൽ ഇരുന്നിട്ട് ഇത്ര എക്സൈറ്റ്മെന്റ് തോന്നിയില്ല സർ. ആദ്യമായിട്ട് കയറിയതാ. യെസ് യെസ് യെസ്. ശരിക്കും എന്നാ വെച്ചാല് ഇത് സുജിത്തിന്റെ മനസ്സിൽ ഈ പറയുന്ന കണ്ടന്റ് അതിഭയങ്കരമായ സ്പീഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ക്ലാസ്സിലൂടെ പോകുമ്പോൾ തീർച്ചയായിട്ടും അത് ഭയങ്കര ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ചെറിയ സെഷൻസ് ഒക്കെ വരുമ്പം അങ്ങ് പോവുക. ഇനിവേ കുഴപ്പമില്ല, നോക്കാം. രമാവതി മാം. സാബു സാർ, സുജിത് സാർ, എനിക്ക് തോന്നി ഇങ്ങനെ സ്പീഡ് നമ്മൾ ഒരു രീതിയിൽ ഒരു സ്പീഡ് ക്ലാസ് എടുക്കുമ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ പുറകോട്ടടിക്കാന്ന് വെച്ചാൽ കുറച്ച് പണിയാണ്. എന്നാലും ഡോക്ടർ പറഞ്ഞ പോലെ കുറച്ച് സ്പീഡ് ഉണ്ട്, മനസ്സിലാവുന്നുണ്ട്. അപ്പം കുറച്ചും കൂടി സ്പീഡ് കുറഞ്ഞാൽ നല്ലതെന്നുള്ള രീതിയിലാണ്, ഓക്കെയാണ്. അപ്പൊ സാറ് പണ്ടേ ഞാൻ സാറിന്റെ ക്ലാസ് കേട്ടതെല്ലാം നല്ല ഈ സ്പീഡിൽ തന്നെ പോകുന്ന രീതിയിലായിരുന്നു. അതിലിപ്പോ സാറ് പറഞ്ഞ ലീഡർഷിപ്പ്, ആ ലീഡർഷിപ്പിൽ സാറ് പറഞ്ഞത് പിന്നെ എന്താ പറഞ്ഞ ലീഡർഷിപ്പ് നേതൃത്വമല്ല മറിച്ച് അതിപ്പം ഞാൻ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളോട് പറയാറുണ്ട്, ഈ മിലിറ്ററി ഫോഴ്സിലെല്ലാം എത്തിക്കഴിഞ്ഞാല് നിങ്ങള് അവിടെ ലീഡർഷിപ്പ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും, കൂട്ടിച്ചേർക്കും. ലീഡർഷിപ്പ് മീൻസ് നിങ്ങൾ പോയിനെ ഞാനാണ് ലീഡർ എന്നും ബാക്കിയുള്ളവരെല്ലാം ചെയ്യുന്നുള്ള രീതിയല്ല. നിങ്ങളെ ലീഡറായിട്ട് ബാക്കിയുള്ളവര് കണ്ടെത്തണം, അന്നാലേ അവിടെ ലീഡർഷിപ്പ് നിങ്ങൾക്ക് പറ്റുള്ളൂ. അല്ലാതെ ഞാൻ ലീഡർ രീതിയിൽ ആയിക്കൂടെ. അതിൽ തന്നെ ഈ മിലിറ്ററി ഇങ്ങനെയുള്ള കോഴ്സുകളിലുള്ള ഇന്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കുട്ടി എല്ലാറ്റിലും നല്ല മികവ് പുലർത്തി, പക്ഷെ ഒരു ദിവസം അവിടെയുള്ള സാറ് പറഞ്ഞ് നമുക്ക് കുറച്ച് വാക്കിങ്ങിന് എന്റെ ഒന്നിച്ച് വന്നോളൂ എന്ന് പറയുമ്പോ ഈ കുട്ടിക്ക് അതെന്തോ ഒരു എന്താ പറയണ്ടേ, എന്റെ കഴിവുകൾ തെളിയിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞിട്ട് നടത്തം തുടങ്ങിയ മുതൽ ഞാൻ അങ്ങനെയാണ് സാർ, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഭയങ്കര സ്പോർട്സ്മാൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ തുടങ്ങി. അപ്പൊ അവസാനം ഇവന് സെലക്ഷൻ കിട്ടിയില്ല. അപ്പൊ ചോദിച്ചു, ഇതിൽ എന്താ സാർ എഴുതി വെച്ച എനിക്ക് സെലക്ഷൻ? അപ്പൊ പറഞ്ഞു ഓവർ ടോക്കിംഗ് ആണ്, അതുകൊണ്ട് എനിക്ക് സെലക്ഷൻ ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പൊ എവിടെ എത്തിയാലും പിന്നെ ലീഡർഷിപ്പിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കാരണം അതുപോലെ നാടകീയത, പേഴ്സണൽ, പബ്ലിക്. ശരിയാണ്, ചിലപ്പം ചിലവരുടെ ലൈഫ് കാണുമ്പോൾ നമുക്ക് അങ്ങനെ നാടകീയത തോന്നാറുണ്ട്. അത് അവരുടെ മക്കളുടെ കാര്യത്തിലായാലും ഒരിങ്ങനെ എന്താ പറയണ്ടേ, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നില്ല, പക്ഷെ എന്തെല്ലോ കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന രീതിയിൽ തോന്നലുണ്ട്. അതുപോലെ പേഴ്സണലും പബ്ലിക്കും. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്കായിട്ട് ജീവിക്കുമ്പോൾ പബ്ലിക്കിനോടുള്ള പ്രതിബദ്ധത കാണിക്കണം. പബ്ലിക്കിനോടുള്ള പ്രതിബദ്ധത കാണിക്കണമെങ്കിൽ നമ്മളെ ഉള്ളിലുള്ള എന്തെങ്കിലും പോരാന്നുള്ള രീതിയിൽ വരുമ്പോഴാണ് നമ്മൾ പഠനത്തിലേക്ക് നീങ്ങുക. അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുകൊണ്ട്
നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടിയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട രീതിയിലുള്ള ഇത് നമ്മളെ ലൈഫിനെ കൊണ്ടുപോകാനുള്ള രീതിയിൽ അങ്ങനെ വരിക. അതെല്ലാം നല്ല രീതിയിലുള്ള ആൻസറാണ്. അതുപോലെ ജനിക്കുമ്പോഴുള്ള 3 വരങ്ങള്, അതുപോലെ ഗിഫ്റ്റ്, അതെല്ലാം നല്ല രീതിയിൽ തന്നെ. കാരണം ഗിഫ്റ്റ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ആ കിട്ടിയ ഗിഫ്റ്റ് ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയാന്നുള്ള രീതിയിലാണ് സാറിന്റെ ക്ലാസ്സിൽ എനിക്ക് മനസ്സിലായത്. ഗിഫ്റ്റ് കിട്ടിയത് കൊണ്ട് കാര്യമില്ല, അത് വെറുതെ ഉപയോഗപ്പെടുത്താതെ ഇങ്ങനെ വെറുതെ ഗിഫ്റ്റ് കിട്ടി ഞാൻ ഇങ്ങനെ എന്താ പറയുക, നല്ല രീതിയിൽ അത് ജീവിക്കുന്ന മറ്റുള്ളവർക്കും കൂടി തോന്നണം നമ്മളെ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ. പിന്നെ മാതൃക കാട്ടുന്നത് തന്നെ. മാതൃക കാട്ടുന്നത് വെച്ചാൽ നമ്മളെ ലൈഫ് മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ മാതൃക കാട്ടണം. അതില് ഒരുപാട് ഇപ്പം എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ സാന്ത്വന പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുമ്പോഴാണ് കൂടുതൽ ഇതാവുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തു, ഇപ്പം ജോലി ചെയ്യുന്നുണ്ട്, കഴിഞ്ഞു എന്ന് വിചാരിക്കാം. എന്നെ കഴിഞ്ഞിട്ട് ഇവിടെ വിളിക്കാറുണ്ട്. എന്താ പറഞ്ഞാല്, അപ്പം ഞാൻ അന്നേരം വേണമെങ്കിൽ എനിക്കൊരു ഉത്തരം പറയാം, ഞാനിപ്പോ പെൻഷനായിട്ട് കുറെ ആയി, എന്നെ വിളിക്കേണ്ടെന്ന്. പക്ഷെ ഞാൻ ഉടനെ പറയും, നിങ്ങളെ നമ്പർ താ, ഞാൻ പോയിട്ട് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. അല്ലെങ്കിൽ സ്വയം തൊഴിൽ പദ്ധതിനെ പറ്റിയിട്ട് ക്ലാസ് എടുക്കണോ, ഞാൻ വരാം. അങ്ങനെ അത് അവർക്കത് വലിയ സന്തോഷമാണ്. നമ്മളെ പറ്റി നമ്മൾ ചെയ്തു കൊടുക്കുന്ന നല്ല കാര്യങ്ങൾ അവർക്ക് നല്ല അതിൽ തന്നെ. ഇപ്പം വേറൊരു കാര്യം പറഞ്ഞാൽ, ജനനം, ജീവിതം, മരണം. ശരിക്കും ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു സംഭവമാണ് ജീവിതം. ആ ജീവിക്കുന്ന സമയത്ത് മരണത്തോട് അടുക്കുമ്പോൾ സാറ് പറഞ്ഞ പോലെ വേക്കപ്പ് കോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നമ്മളെ മുട്ടി നിൽക്കാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ വേക്കപ്പ് കോളിനെ പറ്റിയിട്ട് ചിന്തിക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതായത് വേക്കപ്പ് കോൾ ചിന്തിച്ചു തുടങ്ങിയാൽ പിന്നെ ജീവിതത്തിൽ എന്താ പറയണ്ടേ, ലക്ഷ്യത്തിലെത്താൻ പറ്റൂല. കൂടാതെ അതെപ്പോഴും നമ്മളിങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ മദർ തെരേസനെ അതുപോലെ ഫ്ലോറൻസ് നൈറ്റിംഗേൾ മറ്റുള്ളവർക്ക് വെളിച്ചം, മറ്റുള്ളവരുടെ ലൈഫിൽ ഇതാക്കി. അതുപോലെ തന്നെ അലക്സാണ്ടറിനെ പറ്റി പറയുമ്പോ ഇപ്പൊ അവസാനം പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്കിങ്ങനെ ശവപ്പെട്ടി നിർമ്മിക്കുമ്പോൾ അതിന്റെ 2 സൈഡും 2 ദ്വാരം ഉണ്ടാക്കണം. അപ്പൊ ഞാൻ ഇത്രയും വെട്ടിപ്പിടിച്ചിട്ട് ഞാനിതാ ഒന്നും കൊണ്ടുപോകുന്നില്ല, വെറും കൈയോടെയാണ് പോകുന്നുള്ള രീതിക്ക്. എന്തായാലും നല്ല ക്ലാസ്സാണ് സാറ്. അത് സാറ് ഒരു കാര്യം കൂടി പറഞ്ഞത്, നമ്മള് ജീവിതത്തിൽ അഹങ്കരിക്കാൻ പാടില്ല. അഹങ്കാരം ഒന്നിനും പ്രതിവിധിയല്ല. കാരണം അത് നമ്മൾ കണ്ടതാണ്. കാരണം ഇപ്പം ഉരുൾപൊട്ടലും അതൊക്കെ ഉണ്ടായിട്ട്, എറണാകുളത്ത് ആ പ്രശ്നം ഉണ്ടായിട്ട് നമ്മളെ പിന്നെ എന്താ ഒഴുകിപ്പോകുന്നതൊക്കെ അതിലിരുന്ന് എന്താ പറയുക, ആ പാത്രത്തിൽ ഇങ്ങനെ പോകുന്ന രംഗങ്ങളെല്ലാം നമ്മളെ മനസ്സിൽ എത്ര പിന്നെ മതില് കെട്ടിയ വലിയ വീട്ടുണ്ടെങ്കിലും ഒന്നും അല്ലാത്ത ഒരവസ്ഥയിൽ വരുന്ന മനുഷ്യരെ. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ കോവിഡ് കാലത്ത് ഒരു ചെറിയ എന്താ പറയണ്ടേ, ഈ പിന്നെ ചെറിയ അണു നമ്മളെ ഇങ്ങനെ കുറെ കാലം വീട്ടിൽ ഇങ്ങനെ അടങ്ങി ജീവിക്കുന്ന രീതിയിൽ ഇങ്ങനെ അടച്ചിട്ടു എന്ന് തന്നെ പറയാം. വീട്ടിൽ അടച്ചിട്ടു എന്ന് തന്നെ പറയാം. അങ്ങനെ അടച്ചിട്ടിട്ട് നമ്മളെ ഇങ്ങനെ ഇതായി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്കും കൂടി എന്തെങ്കിലും നമ്മളിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ, സംതൃപ്തി കിട്ടുന്ന രീതിയിൽ ജീവിക്കുക. താങ്ക് യു സാർ. നല്ല ക്ലാസ്സാ സുജിത് സാർ, നല്ലുണ്ട്. ഓക്കെ, ഇനി ആരാ ഉള്ളെ? റോയ് സാർ. റോയ് സാർ ഉണ്ടോ? ജോർജ് സാർ, ആരെങ്കിലും ഉണ്ടോ? രമാദേവി മാം ഞാൻ പറയാം സാറേ. പറയും. ഇന്ന് ക്ലാസ് എടുത്ത സുജിത് സാറും സാബു സാറിനും എല്ലാവർക്കും നമസ്കാരം. സുജിത് സാറ് നന്നായിട്ട് ക്ലാസ് എടുത്തു. പക്ഷെ സാറിന്റെ ഇന്റലക്ച്വൽ കപ്പാസിറ്റിയുടെ 7 ഇടത്ത് പോലും എത്താൻ എനിക്ക് പറ്റിയിട്ടില്ല. എങ്കിലും എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ പറയാം. കാരണം സാറിന്റെ ഒക്കെ ഹൈ സ്റ്റാൻഡേർഡ് ക്ലാസ്, നമുക്കത് എങ്ങനെ അത് പറയുന്നതെന്ന് തന്നെ അറിയില്ല. പിന്നെ എനിക്ക് മനസ്സിലായാലും പ്രോബ്ലംസ് യൂണിവേഴ്സലാണ്. പിന്നെ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്, അതിനെല്ലാം പെയിൻ ഉണ്ട്, അതിനെല്ലാം സൊല്യൂഷനും ഉണ്ട്. പിന്നെ 3 ബർത്ത് ഗിഫ്റ്റോട് കൂടിയാണ് ഈശ്വരൻ എല്ലാം നമ്മളെ ഭൂമിയിലേക്ക് അയച്ചേക്കുന്നത്, നമ്മുടെ ജന്മത്തിന് മുമ്പ്. അതായത് നമ്മുടെ ജീവിതം നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഈശ്വരൻ തന്നിട്ടുണ്ട്. പിന്നെ പ്രകൃതി നിയമങ്ങളും മൂല്യങ്ങളും അനുസരിച്ച് ജീവിക്കണം. പിന്നെ ലിവിങ്, ലവിങ്, ലേണിംഗ്, ലെഗസി അത് പാലിക്കണം. പിന്നെ അങ്ങനെ അർത്ഥവും ലക്ഷ്യമുള്ള ഒരു യഥാർത്ഥ ജീവിതം ജീവിക്കുക. പിന്നെ ലോ ഓഫ് ഹാർവസ്റ്റ് എന്ന നിയമം പാലിക്കുക. അതായത് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയം നടക്കുകയുള്ളൂ എന്ന തത്വം അംഗീകരിക്കുക. മഹാത്മാഗാന്ധിയെ പോലെ നല്ല വിഷനും
അതിനനുസരിച്ചുള്ള മിഷനോടും കൂടി പ്രവർത്തിക്കുക. എന്തെങ്കിലും നേടുക എന്നുള്ളതല്ല, നമ്മെ തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ക്രിയേറ്റീവ് എക്സൈറ്റിംഗിൽ കൂടി മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുക, അവരുടെ ശബ്ദം കേൾക്കുക, അവരെ മനസ്സിലാക്കുക. നന്ദി സാർ, നന്ദി. താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. വേറെ ഇനി ആരെങ്കിലും ഉണ്ടോ? ജോർജ് സാർ? ആരുമില്ല. അപ്പോൾ ഹരി ഉണ്ടോ? ഹരി? താങ്ക് യു സാർ. ഓക്കെ, അപ്പോൾ സുജിത ഉണ്ടോ? പോയോ? ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാന് നെറ്റിന്റെ ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ കട്ടായി പോകും, അതുകൊണ്ട് ഓഫാക്കിയതാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാ മഹാത്മാക്കൾക്കും ആത്മനമസ്തേ. എന്നിലുള്ള ആത്മാവ് നിങ്ങളെ നമസ്കരിക്കുന്നു. താങ്ക് യു. താങ്ക് ശരി, യു അപ്പോൾ സർ. ഓക്കെ, ഗുഡ് നൈറ്റ്. സി യു ആൻഡ് ഗുഡ് നൈറ്റ്. നാളെ നമുക്ക് വ്യാഴാഴ്ച ദിവസമാണ് കഥയാണല്ലോ. ഹോളിസ്റ്റിക് ഹെൽത്തിൻ്റെ ഒരു ക്ലാസ് കേൾക്കാം. അപ്പോൾ സി യു ആൻഡ് ഗുഡ് നൈറ്റ്. ബൈ. താങ്ക് യു സുജിത്. ബൈ. ഹരി കാണാം. നമ്മുടെ പഴയ ഹരിയല്ലേ സാറേ? അതെ അതെ. നമ്മളെല്ലാം ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആയിരുന്നു. ഷാബു സാറും ഹരി ഞങ്ങളൊരു ബാച്ച്മേറ്റ്സ് ആണ്. ഓക്കെ, അപ്പം സി യു, ഗുഡ് നൈറ്റ്. വീണ്ടും സന്ധിക്കും വരെ വണക്കം.